ഹലോ മക്കളെ, വെൽക്കം 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 ബാക്ക് ടു മാത്സ്ഡോ. ഇറ്റ്സ് മീ ഷാദിൽ വി പി. നിങ്ങളുടെ സ്വന്തം മാത്സ്ഡോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 2 മാർച്ച് 1 വീഡിയോ എടുക്കുന്നത്. മാർച്ച് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകുക. അപ്പോ എന്താ പറയാ, ഭയങ്കര സന്തോഷത്തിലാണ്. കുറേയധികം കുട്ടികൾ മോഡൽ എക്സാമിന് നമ്മൾ ചെയ്ത 75 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 8 ക്വസ്റ്റ്യൻ ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നു പറയുമ്പോ ഞാൻ തന്നെ വണ്ടറടിച്ചു. വാട്സപ്പേ ആ സാധനം വന്ന് നമ്മളെ വാട്സപ്പ് ഒക്കെ ആ ദിവസങ്ങളിൽ ഹാങ്ങിന്. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ, പല കുട്ടികൾ, എത്ര എണ്ണാൻ പറ്റാത്ത എത്ര കുട്ടികൾ ഫീഡ്ബാക്സ് പറഞ്ഞു. ഭയങ്കരമായിട്ട് ആ കുട്ടികൾക്ക് ആ ക്ലാസ്സസ് ഉപകാരപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു. ഭയങ്കര സന്തോഷം. സോ നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു ബ്രേക്ക് ഇതിന്റെ ഇടയിൽ വന്നു. കുറെ അധികം ഓഫ്ലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നമ്മൾ വി ആർ ബാക്ക്. നിങ്ങളുടെ SSLC മന്ത് ആണിത്, മാർച്ച്. ആൻഡ് ഓൾസോ എന്താ പറയാ, നിങ്ങൾ ഒരു വർഷം കഠിനാധ്വാനം ചെയ്തതിന്റെയും പ്രയത്നിച്ചതിന്റെയൊക്കെ പ്രതിഫലനം നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കേണ്ട ദിവസങ്ങളാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ വളരെ വൃത്തിയായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും ക്ലാസ്സസ് ഒക്കെ കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു സീരീസ് ആണ്, ഒരു 3 വീഡിയോസ് ഉള്ള ഒരു സീരീസ്. ഇതാണ് അതിന്റെ ഫസ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. നാളെ 2 ക്ലാസ്സസ് ഇടാൻ നോക്കാം, മാക്സിമം പറ്റുകയാണെങ്കിൽ, കഴിവിന്റെ പരമാവധി നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാപ്റ്റർ 5, 6, 7, 8 അതിൽ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ചാപ്റ്റർ 9, 10, 11, 12 ഒക്കെ നമ്മൾ 3ാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഏകദേശം 12 ചാപ്റ്റർ അവിടെ തീരും. പിന്നെ സ്റ്റാറ്റിക് കൂടി ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തും. അഥവാ മാത്തമാറ്റിക്സിന്റെ ഹോൾ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ പോണത്. നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻസ് ഒക്കെ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണ്ടേ. അപ്പൊ നമ്മളുടെ സീരീസിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4, 3, 2, 1 ഈ 4 ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ 4 നിന്ന് തുടങ്ങാം, കാരണം ഞാൻ ഇൻഡിവിജ്വൽ വീഡിയോസ് ചാപ്റ്റർ 4 ഇട്ടിട്ടില്ല. ഓക്കെ, ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ അറിയാലോ, ലാഗ് ഉണ്ടാവില്ല നമ്മുടെ ക്ലാസ്സിന്, കുറച്ച് സ്പീഡ് ഉണ്ടാകും. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് കാര്യമില്ല. അവിടെ പഠിച്ച റബ്ബേ 2 മിനിറ്റ് ആയില്ലേ. ഓക്കെ, എന്നാ തുടങ്ങാം. വെറുതെ ഞാൻ ഓവറാക്കി പറയണില്ല, തുടങ്ങാം. ഓക്കെ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാസ്കറ്റ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഞാൻ ആദ്യം പറയാം, നിങ്ങൾക്ക് മാത്സ്ഡോയുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ, ഫ്രീ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് 8086101035 നമ്മുടെ ഒഫീഷ്യൽ നമ്പറാണ്. ഈ നമ്പറിലേക്ക് ജസ്റ്റ് മാത്സ്ഡോ എന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ ഞാൻ ആ ഫ്രീ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യിക്കാം. 8ഓളം ജില്ലാ പഞ്ചായത്തുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്സിന്റെ ഫുൾ മെറ്റീരിയൽസ് തരാം. പല വിഷയങ്ങളിൽ നിന്നുള്ള കുറേയധികം മെറ്റീരിയൽസ് ഉണ്ട്. ഹിന്ദി പോലത്തെ എല്ലാ വിഷയങ്ങളിൽ നിന്നുള്ള മെറ്റീരിയൽസിന്റെ ലിങ്കുകളും കാര്യങ്ങളും ഞാൻ വാട്സ്ആപ്പിൽ അയച്ചു തരാം. ജസ്റ്റ് മാത്സ്ഡോ SSLC കൂടി കൂട്ടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി 9ാം ക്ലാസ് കുട്ടികളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അയച്ചാൽ മതി, ഞാൻ അവരുടെ മെറ്റീരിയൽസ് ഇട്ടെടുക്കുന്നുണ്ട്. സോ തുടങ്ങാം. അപ്പോ ഇത് വായിച്ചട്ടെ. The basket contains 18 ripen mangoes. എന്താ റൈപ്പൻ മാംഗോസ് എന്ന് പറഞ്ഞാല് പഴുത്ത മാങ്ങകൾ. സം ആർ നോട്ട് റൈപ്പൻ. ചിലത് പൗത്തിട്ടില്ല, ചിലത് പൗത്തിക്കണേ, ചിലത് പൗത്തിട്ടില്ല. കുറച്ച് മാംഗോസ് ഉണ്ട്. If a mango is taken from the basket without looking it, the probability of getting a ripened mango is 3/5. Then the total number of ripened mangoes is, സിമ്പിൾ ആണ്, പ്രോബബിലിറ്റി ഓഫ് പഴുത്ത മാങ്ങ അഥവാ പഴുത്തതും പഴുക്കാത്തതുമായിട്ടുള്ള മാംഗോസ് അതിലുണ്ട്. ഇപ്പൊ പഴുത്ത മാങ്ങ, റൈപ്പൻ മാംഗോസ്, പഴുത്ത മാങ്ങ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3/5 ആണ്. ഇങ്ങനെ ചാൻസ് പ്രോബബിലിറ്റി ചെയ്യുന്ന സമയത്ത് ഇവിടെ വരേണ്ടത് മാങ്ങകളുടെ എണ്ണമാണ്, നമ്പർ. ഇവിടെ വരേണ്ടത് ടോട്ടലാണ്, ആകെ. പക്ഷേ ഇവിടെ പഴുത്ത മാങ്ങകൾ 18 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ 18 എണ്ണം വരേണ്ട സ്ഥാനത്ത് ഇവിടെ എത്രേ വന്നിട്ടുള്ളൂ, മാങ്ങകളുടെ എണ്ണം 3 വന്നിട്ടുള്ളൂ. അഥവാ ഓല ഫ്രാക്ഷനെ വെട്ടി ചെറുതാക്കിയിട്ടുണ്ട്. സോ നമ്മൾ അതിനെ തിരിച്ചു വലുതാക്കാൻ പോവാണ്. സോ ആ 3 കൊടുത്ത് നമ്മൾ എന്തായിട്ടാണ് 18 ആക്കുകയാണ്. 3 എന്ത് ചെയ്താലാണ് 18 ആവുക? 3 എന്ത് ചെയ്താലാണ് 18 ആവുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, അപ്പൊ 18 ആവില്ല. കാരണം പഴുത്ത മാങ്ങകൾ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി തരുന്ന സമയത്ത് മേലെ ഉണ്ടാവേണ്ടത് പഴുത്ത മാങ്ങകളുടെ എണ്ണമാണ്. ഇവിടെ പഴുത്ത മാങ്ങകളുടെ എണ്ണം 18 ആണ്. പക്ഷെ ഇവിടെ 18 അല്ല വന്നിട്ടുള്ളത്, 3 ആണ് വന്നിട്ടുള്ളത്. അപ്പം 18 ആക്കണം.
ഗുണിച്ചുകൊണ്ടാണ് ആക്കുക. സോ 3നെ 6 കൊണ്ട് ഗുണിച്ചാൽ 18 ആവും. മേലെ 6 കൊണ്ട് ഗുണിച്ചാൽ താഴെയും എന്തുകൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? 3 into 6 18 ഡിവൈഡഡ് ബൈ 3 5 into 6 30. അഥവാ ഇവിടെയാണ് ഔട്ട് ഓഫ് 18 റൈപ്പൺ മാംഗോസ്, 18 മാങ്ങ പൗത്തുകൾ അഥവാ 18 പൗത്ത മാങ്ങകൾ ഔട്ട് ഓഫ് എത്രയില് 30 ടോട്ടൽ മാംഗോസ് അഥവാ ടോട്ടൽ പടിയിൽ കിട്ടി. അടിയിൽ ടോട്ടൽ എത്ര മാങ്ങകളാണ്? 30 മാങ്ങകള്. അതിൽ എത്രണ്ണാണ് പഴുത്തത്? 18 എണ്ണം. അപ്പൊ പഴുക്കാത്തത് എത്രണ്ണ? പഴുക്കാത്തത് 30ൽ നിന്ന് 18 കുറച്ച 12 ആയിരിക്കും. ആണോ അല്ലേ? പഴുക്കാത്ത മാങ്ങകളുടെ എണ്ണാണ് ചോദിച്ചിരിക്കുന്നത് 12. സിമ്പിൾ ആണ്. നമ്മളുടെ എണ്ണത്തിലേക്ക് അതിനെ മാറ്റുക. അഥവാ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും പ്രോബിലിറ്റി ആണെങ്കിൽ വെട്ടി ചെറുതാക്കും. ചെറുതാക്കിയുള്ള വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ 18 മാംഗോ വരേണ്ടടുത്ത് ഇവിടെ 3 എന്നാണ് പ്രോബിലിറ്റിയിൽ വന്നിട്ടുള്ളത്. 3 അല്ല വരേണ്ട, 18 ആക്കണം. അപ്പൊ ഇതിനെ മൊത്തമായിട്ട് 6 കൊണ്ട് ഗുണിച്ചു. അഥവാ ഇവിടെ 18 ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി അടിയിൽ എന്താ വരിക? ടോട്ടലാണ് വരിക. ടോട്ടൽ 30 മാങ്ങ. 30 എണ്ണത്തിൽ 18 എണ്ണം പൗത്തുകണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി 30 ബാക്കിയുള്ള 12 എണ്ണം പൗത്തിട്ടുണ്ടാവുക. സോ അടുത്തത് വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഭയങ്കര സിമ്പിൾ ആണ്. 2-digit നമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാം, 10ലാണ് ഏറ്റവും ചെറിയ 2-digit നമ്പർ. 2-digit നമ്പർ രണ്ടക്ക സംഖ്യ. രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 10, 11, 12 എക്സെട്ര 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 99 ആണ് ഏറ്റവും വലിയ എന്ത് ഏറ്റവും വലിയ 2-digit നമ്പർ. എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്? അതിനൊരു ട്രിക്ക് ഉണ്ട്. ഒന്നുകിൽ എണ്ണം കാണാം എങ്ങനെ? ലാസ്റ്റ് മൈനസ് ഫസ്റ്റ്. ഈ കോമൺ ഡിഫറൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എണ്ണല്ലേ, ഒന്നല്ലേ കോമൺ ഡിഫറൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒന്ന് കൂട്ടും. എപ്പോഴും ഒന്ന് കൂട്ടണം എണ്ണം കാണും കേട്ടോ. ലാസ്റ്റ് എത്ര? 99 10 കുറച്ചാൽ 89. അതിലേക്ക് ഒന്ന് കൂട്ടണം. സോ 90. ഒരു ഐഡിയ ഉണ്ട്. എത്ര 1-digit നമ്പർ ഉണ്ട്? 1 digit ഒരക്ക സംഖ്യ. ഒരക്കുള്ള 1 2 3 4 5 6 7 9 9 എണ്ണം. 2-digit 9നെ മൂട്ടലിൽ 0. 90 2-digit നമ്പേഴ്സ് അല്ല. 10 തുടങ്ങി 99 വരെ. പുതിയ ഇങ്ങനെ എണ്ണിയെ നോക്കിക്കോളി. 3-digit നമ്പേഴ്സോ? 900 എണ്ണം. അഥവാ ഏറ്റവും ചെറിയ 3-digit നമ്പറാണ് 100. 100ൽ തുടങ്ങി 999 വരെ. പുതിയ എന്നെ നോക്കിക്കോളി. 900 ഉണ്ടാവും. അപ്പൊ ഏതായാലും എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്? 90. അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി വരുമ്പോ ഏറ്റവും അടിയിൽ 90 വരിക. ഇനി ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എത്ര 2-digit പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ട്? 2 digit ഉള്ള പെർഫെക്റ്റ് സ്ക്വയർസ് അറിയാന്ന് പ്രതീക്ഷിക്കുന്നു. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100. അങ്ങനെ പോകും. ഇത് 1 digit ആണ്. ഇത് പറ്റൂല. ഇത് 1 digit ആണ്. ഇത് 1 digit ആണ്. ഇത് പറ്റും. 2 digit ഉള്ളത് ഇത് പറ്റൂല. സോ എത്ര എണ്ണമാണ് പറഞ്ഞോളി? 6 എണ്ണം. സോ ദ ആൻസർ ഈസ് 6/90. 6ഉം 90യും 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ട്. 6ൽ എത്ര 6 ഉണ്ട്? 1 6 ഉണ്ട്. 90ൽ എത്ര 6 ഉണ്ട് അറിയോ? 60 വരെ പോവാണെങ്കിൽ 10 എണ്ണം. 60 90 എത്താൻ പിന്നെ ഒരു 30 എണ്ണല്ലേ. 30ൽ 5 എണ്ണം. ടോട്ടൽ 15 6ആണുള്ളത്. സോ 1/50. ഡൗട്ട് ഒന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദെൻ അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ. 1 മുതൽ 30 വരെയുള്ള സംഖ്യകൾ ഒരു പേപ്പറിൽ എഴുതി ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ബോക്സിൽ എന്തൊക്കെയുണ്ട്? 1 മുതൽ 30 വരെയുള്ള എത്ര സ്ലിപ്പ് ഉണ്ട്? അപ്പൊ 30 എണ്ണം ഉണ്ടാവും. 1 മുതൽ 30 വരെ ആകുമ്പോ പുതിന എങ്ങനെ ആയിരിക്കും? അതൊരു ഈവൻ നമ്പർ ആവാനുള്ളത്. 30 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ പകുതി എണ്ണം ഈവനും പകുതി എണ്ണം ഓടും ആണ്. ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ. ഈവൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ ആവാനുള്ള ചാൻസ്. സോ ഔട്ട് ഓഫ് 30 അതിൽ 15 എണ്ണം എന്താണ്? ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. പിന്നെ അതിന്റെ പകുതിയാണെന്ന് അറിയണം കൊണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് 1/2 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു പ്രൈം നമ്പർ ആവാനുള്ള. പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ അഭാജ്യ എന്ന് പറഞ്ഞാൽ ആരെക്കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്. 2, 2നെ 2 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ എല്ലാവരും പറ്റും, അറിയാമെന്ന് പ്രതീക്ഷിക്കണോ? 1 കൊണ്ടോ അല്ലെങ്കിൽ 2 കൊണ്ടോ മാത്രമേ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3നെ 3 കൊണ്ടോ 1 കൊണ്ടോ. 5നെ 5 കൊണ്ടോ 1 കൊണ്ടോ അല്ലാതെ ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 4 അങ്ങനെയില്ല. 4നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, ഹരിക്കാം, ഡിവിഷൻ. 6 പറ്റൂല. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കുറെ ആൾക്കാരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതേ നമ്പറും ഒന്നുമല്ലാത്ത ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്. ഇവിടെയുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 9 ഇല്ല. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11, 13, 17, 19, 23, 29 അങ്ങനെ പോകും.
1 മുതൽ 10 വരെ എണ്ണാണെങ്കിൽ 4 പ്രൈം നമ്പർ ഉള്ളത് അഭാജ്യ സംഖ്യ. 1 മുതൽ 50 വരെ എണ്ണാണെങ്കിൽ 15 അഭാജ്യ സംഖ്യ, 15 പ്രൈം നമ്പർ. എണ്ണം പഠിച്ചു വെച്ചോ. 1 മുതൽ 100 വരെ ആണെങ്കിൽ 25 പ്രൈം നമ്പേഴ്സ്, 25 അഭാജ്യ സംഖ്യ. പക്ഷെ അവിടെ 1 മുതൽ 30 വരെ ഇപ്പൊ എണ്ണണം. 2, 3, 5, 4, 11, 13, 17, 19, 23, 29, 11. സോ ദ ആൻസർ ഈസ് 11 ഔട്ട് ഓഫ് 30. ഇതാണ് വരിക കേട്ടോ. ചെറുതാക്കാനൊന്നുമില്ല. 11 ഒരു അഭാജ്യ സംഖ്യയാണ്. 11നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 11 വരണം, അല്ലെങ്കിൽ 1 വരണം. ഒരൊറ്റ ആളെ കൊണ്ട് തോറ്റാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൈ 7 ഒരു ഫ്രാക്ഷൻ നമ്പറാ, അല്ല അഭാജ്യ സംഖ്യ, പ്രൈം നമ്പറാ. പക്ഷെ 10 അല്ല. 10 നമുക്ക് 2 കൊണ്ടായിരിക്കാം. 10/2 5. 10 വേണമെങ്കിൽ നമുക്ക് 5 കൊണ്ടായിരിക്കാം. പക്ഷെ 7 എന്ന് പറയുന്ന സമയത്ത് 7നെ 7 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ പറ്റുള്ളൂ. അപ്പോൾ 7നെ തകർക്കണമെങ്കിൽ ആരെന്നെ വിചാരിക്കണം? ഒന്നുകിൽ 7നെ വിചാരിക്കണം, അല്ലെങ്കിൽ 1 വിചാരിക്കണം. 1 പറഞ്ഞാൽ പടച്ചോനും അതേ നമ്പറും അല്ലാത്ത ഒരാളെ കൊണ്ട് പറ്റില്ല. ദാറ്റ് ഈസ് വൈ CR7 ഈസ് ഓൾവേസ് ദ ബെറ്റർ. ഇംഗ്ലീഷ് പറയും ഏതായാലും അങ്ങനെ. മെസ്സി അടിപൊളി തന്നെയാണ്. പക്ഷെ മെസ്സിനാണോ 2, 5 വന്ന തകർക്കാം. ഓക്കെ. ഇൻ ദ ഫിഗർ PQRS അതൊന്നുമില്ല. അതൊരു സ്ക്വയർ ആണ്. ഇതൊരു സെമി സർക്കിൾ ആണ്. ഇതൊരു സെമി സർക്കിൾ ആണ്. ഇതൊരു സെമി സർക്കിൾ ആണ്. 2 സെമി സർക്കിൾ ചേർന്ന ഒരു സർക്കിൾ അല്ലേ അവ? 2 ഹാഫ് ഫുൾ അല്ലേ? മീൻസ് അങ്ങനെയല്ല മന്തി. അപ്പൊ ദെൻ അവിടെ പറയുന്ന സമയത്ത് ഇതൊരു സെമി സർക്കിൾ ആണ്, ഇതൊരു സെമി സർക്കിൾ ആണ്. ഈ സെമി സർക്കിളിനെ ഞാൻ ഇങ്ങോട്ട് വെച്ചാൽ ഇതെന്തായി? ഒരു ഫുൾ ഇതേപോലെ തന്നെ ഉള്ള ഒരു ഭാഗമായില്ലേ ഇവിടെ വരിക? ഈ സാധനം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ സാധനത്തിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അഥവാ ഇത് സത്യം പറഞ്ഞ ഒരു സർക്കിളാണ്. ഓക്കെ ആണല്ലോ? സർക്കിളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇത് മുറിച്ച് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിക്കണേ ഉള്ളൂ. അപ്പൊ എന്താ എല്ലാവർക്കും അറിയാം, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഡഡ് ഏരിയ, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ, ആകെ പരപ്പളവ്. ഇത് അറിയാന്ന് പ്രതീക്ഷിക്കണോ? സോ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഈ 2 സെമി സർക്കിൾ ആണ്, അഥവാ ഒരു സർക്കിള്. ഇതിന്റെ റേഡിയസ് നമുക്ക് പിടിക്കാം. നോക്കിക്കോ, ഇതിന്റെ റേഡിയസ് 6. അപ്പൊ ഈ റേഡിയസും 6 ആണോ അല്ലേ? സോ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? റേഡിയസ് 6 ആണെങ്കിൽ എന്താണ് ഏരിയന്റെ ഇക്വേഷൻ? πr² ആണോ അല്ലേ? ബൈ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കാം? എ എന്ന് വിളിക്കാം. അപ്പൊ എല്ലാ സൈഡും എന്തെന്നെ കാര്യം എ. സോ സ്ക്വയറിന്റെ ഏരിയ എന്താ വരിക? A². സൈഡ് എന്താണെങ്കിലും സൈഡിന്റെ സ്ക്വയർ ആണ് സ്ക്വയറിന്റെ ഏരിയ, സമയദൂരത്തിന്റെ ഏരിയ, പരപ്പളവ്. അപ്പൊ ഇവിടെ πr² ബൈ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഈ ചിത്രത്തിലും നോക്കി, ഇത് 6 അല്ലേ? ഇത് 6 അല്ലേ? ടോട്ടൽ ഇതിപ്പോ 2r ആയില്ലേ? അതേപോലെ ഇതും എന്തെന്നെ കാര്യം 2r അല്ലേ? അപ്പൊ ടോട്ടൽ ഈ ഒരു നീളം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4r അല്ലേ വരിക? ആണോ അല്ലേ? ഇതേ നീളം തന്നെയല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പൊ ഇത് 6 ആണ്. ഇതും ഈ സർക്കിളിന്റെ സെന്റർ ഇതും 6 ആണ്, ഇതും 6 ആണ്. ടോട്ടൽ ഈ ഒരു ലൈൻ എത്ര വരിക? ടോട്ടൽ ഇവിടം മുതൽ ഇവിടം വരെ ഈ ഒരു ലൈൻ എന്താ വരിക? 4r അല്ലേ വരിക? ഇതേ നീളം തന്നെ ഇല്ലടാ മക്കളെ ഈ ലൈനും ഈ ലൈനും ഒക്കെ. സോ ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇടാ കുട്ടികളെ? 4r ആണ്. അപ്പൊ എല്ലാം കൊടുത്ത് 4r കൊടുത്താണെങ്കിൽ എന്റെ പേര് 4r. രണ്ടാളുണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം, ഹോൾ സ്ക്വയർ. എ മാത്രമല്ലേ സ്ക്വയർ ഉണ്ട്. സോ എന്ത് വരും? πr² ബൈ 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ r². മേലിയും തായും 6 വെട്ടിപ്പോടാ കുട്ടികളെ. r² വെട്ടിപ്പോലെ, r² വെട്ടിപ്പോയില്ലേ? ബാക്കി എന്താ വരിക? π/16. യെസ് ഓർ നോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇതേപോലെ തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും ചെയ്ത് പഠിക്കണം. ഇതും ചെറിയ ഇവിടെ πr² ബൈ വലിയതിന്റെ റേഡിയസ് എന്ത് വരും? 6r 2r എന്ന് വരും. അപ്പൊ π×2r². 2rന്റെ സ്ക്വയർ പറയുമ്പോൾ πr² ബൈ 2 പൈയും വെട്ടിപ്പോ അല്ലേ? ഓക്കെ. r² ബൈ 2ന്റെ സ്ക്വയർ 4ന്റെ r² വെട്ടിപ്പോ ഇവിടെ 1. അപ്പൊ 1/4. ഇങ്ങനെ എടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ 75 ഷോർട്ട് ക്വസ്റ്റ്യൻസ് തന്നെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കണം. ജോമെട്രിക്കൽ പ്രോബബിലിറ്റിന്റെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പോയിക്കോണ്ടി. ഇന്ന ക്ലാസ് there are 30 boys and 20 girls. ഒരു ക്ലാസ്സിൽ 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. മറ്റേ ക്ലാസ്സിൽ 40 ബോയ്സും 30 ഗേൾസും. ഞാനതൊരു പട്ടികയായിട്ട് വരക്കാം. 10 ക്ലാസ്സിൽ എന്താ ഉള്ളത്? 30 ബോയ്സ്
20 ഗേൾസ്. ടോട്ടൽ എത്ര കുട്ടികളുടെടാ മുത്തുമണിയാളെ? 50 കുട്ടികളിലടാ. ഇനി 10 ബി ക്ലാസ്സിലോ 40 ബോയ്സും 30 ഗേൾസും. 40 ബോയ്സും 30 ഗേൾസും. ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കണതിന് മുമ്പ് ഇങ്ങനെ ഒരു പെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടുന്ന് ഒരു കുട്ടിയും ഇവിടുന്ന് ഒരു കുട്ടീനെ സെലക്ട് ചെയ്യണം. ടോട്ടൽ 2 കുട്ടികളെ ഒരേ സമയം സെലക്ട് ചെയ്യണം. ദിസ് ഈസ് കോൾഡ് പെയർ അല്ലെങ്കിൽ ജോഡി. അപ്പൊ ഇവിടെ ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ആദ്യം തന്നെ എത്ര ജോഡികൾ ഉണ്ടാവും നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇവിടെ പോസിബിൾ ആണ് ജോഡികൾ പറഞ്ഞുതരാം. ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനെ, ഈ ക്ലാസ്സിൽ നിന്ന് 10 എന്നൊരു കുട്ടീനെയും 10 ബി എന്നൊരു കുട്ടീനെയും ഒരേ സമയം എടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികളായി? 2 കുട്ടികളായി. സോ ഒരേ സമയം 2 കുട്ടികളെ കിട്ടും. ആ 2 കുട്ടികളും എന്തായിട്ട് മാറാം? രണ്ടും ബോയ്സ് ആയിട്ട് മാറിക്കൂടെ? അല്ലെങ്കിൽ എന്താവാം? അയ്യോ, രണ്ടാളും എന്താവാം? ഗേൾസ് ആയിക്കൂടെ? അല്ലെങ്കിലോ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിന്ന് ബോയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഗേളും ആയിക്കൂടെ? അല്ലെങ്കിലോ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിന്ന് ഗേളും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ബോയും ആയിക്കൂടെ? അപ്പൊ രണ്ടും ബോയ്സ് ആവാൻ എത്ര ജോഡികളുണ്ടാവും? ജോഡികൾ അല്ലെങ്കിൽ പേരിന്റെ എണ്ണം കാണുമ്പോൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ, ഗുണനാണ്. ഇവിടെ ടോട്ടൽ എത്ര ജോഡികൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ടോട്ടൽ പേഴ്സ്, ടോട്ടൽ എത്ര ജോഡികൾ പോസിബിൾ ആണെന്നുള്ളത് ഭയങ്കര സിമ്പിൾ ആണ്. ഫസ്റ്റത്തേലോ എത്ര കുട്ടികളുണ്ട്? ആകെ 50. രണ്ടാമത്തേലോ 70. സോ രണ്ടും ഗുണിച്ചാൽ മതി. 50 × 70, 5 × 7 35, 2 0, 3500 ജോഡികൾ ഞാനിവിടെ ഈ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കും. രണ്ടോടുന്ന് ഓരോ കുട്ടീനെ എടുത്തിട്ട്. ഇപ്പൊ രണ്ടും ആൺകുട്ടികളാവുന്ന ജോഡി ഏതായിരിക്കും? രണ്ടും ആൺകുട്ടികളെ പറയുമ്പോ ഈ 10 ആൺകുട്ടി 10 ബിന്നും ആൺകുട്ടിയല്ലേ? അപ്പൊ 10 എത്ര ആൺകുട്ടികളുണ്ട്? 30. 10 ബിയിലോ 40. എപ്പോഴും ജോഡികളുടെ എണ്ണം കാണുമ്പോൾ ഗുണിക്കാണ് വേണ്ടത്. 3 × 4 12, 2 0, 1200 ആണോ അല്ലേ? 2 ഗേൾസ് ആവുന്ന എത്ര ജോഡികൾ ഉണ്ടാവും? ഇവിടെ നിന്നും ഗേള്, ഇവിടെ നിന്നും ഗേള്. ഇപ്പൊ 10 ബിയില് 10 എയില് 20 ഗേൾസ്, 10 ബിയില് 30 ഗേൾസ്. ദാറ്റ് ഈസ് 600. ഇനി അതേപോലെ തന്നെ പിന്നെ ഇപ്പൊ എന്തേനി? അതെ, ഫസ്റ്റ് ക്ലാസ് നിന്ന് പോയി. അപ്പൊ ഇങ്ങനെ വരില്ലടാ. ഫസ്റ്റ് ക്ലാസ് നിന്ന് പോയി, രണ്ടാമത്തെ ക്ലാസ് നിന്ന് ഗേളും, ഇങ്ങനെ ക്രോസില്. സോ എന്ത് വരും? ഫസ്റ്റ് ക്ലാസ്സിൽ 30 ബോയ്സ്, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഗേൾസ് ആണ്. അപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിൽ 30 ഗേൾസ്. ദാറ്റ് ഈസ് 900. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ ഗേള്, ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? 20 ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 40. ഗേൾ ഇൻറ്റു ബോയ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഈ ഒരു പരിപാടിയാണ് അവിടെ ചെയ്യുക. 2 × 4 8, 2 0 800. ടോട്ടൽ കൂട്ടിയാക്കി 3500 കിട്ടും. അതാണ് ടോട്ടൽ ജോഡികളാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സേഫ് ആണ്. ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും കിട്ടും. In how many different ways can we select a pair of students? എത്ര പേരുണ്ടാക്കാന്നാണ് ചോദ്യം. 3500 ഡിഫറെന്റ് പേഴ്സ് ഉണ്ടാക്കാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബിലിറ്റി എടാ ഭയങ്കര സിമ്പിൾ. ടോട്ടൽ എപ്പോഴും താഴെ ഉണ്ടാവും. 3500 ജോഡികൾ. അതിൽ രണ്ടും ഗേൾസ് ആവുന്ന എത്ര ജോഡികളുണ്ട്? ഈ ഒരു ജോഡിയിൽ മാത്രമല്ലേ രണ്ടും ഗേൾസ് ഉള്ള? രണ്ടും ഗേൾസ് 600 എണ്ണം. സോ ദ ആൻസർ ഈസ് 600/3500. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടി 6/35. 6/35 വെട്ടി ചെറുതാക്കാനൊന്നും പറ്റൂല. അവിടെ നിന്ന് ഇനി വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ബോയ് ആൻഡ് 1 ഗേൾ? അത് ഒന്നാമത്തത് ബോയ് രണ്ടാമത്തെ ഗേൾ ആവണമെന്നില്ല. ഒരു ബോയ് ഒരു ഗേളും അവിടെ ഉണ്ടാവണം. ഒരു ബോയ് ഒരു ഗേൾ ഉണ്ടാവുന്ന ജോഡികൾ എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ 2 ജോഡികൾ എഴുതാം മുത്തുമണിയാളെ. ഇവിടെ ഒരു ബോയ് ഒരു ഗേൾ, ഒരു ഗേൾ ഒരു ബോയ്. അപ്പൊ ഇതിൽ മാത്രമാണ് ഒരു ബോയും ഒരു ഗേളും മിക്സ്ഡ് ആയിട്ടുള്ളത്. ഇത് ബോയ്സ് മാത്രമാണ്, ഇത് പറ്റൂല. ഇത് ഗേൾസ് മാത്രമാണ്, അതും പറ്റൂല. ബോയും ഗേളും ഉള്ളത് ഇത് മാത്രമാണ്. സോ ഇവിടെ 900 ജോഡിയും ഇവിടെ 800 ജോഡിയും. ടോട്ടൽ എത്ര ജോഡി വരും? 900 പ്ലസ് 800 ബൈ ടോട്ടൽ എത്ര? 3500. ക്ലിയർ ആണല്ലോ? 900 പ്ലസ് 800 1500 വരും. ചെയ്ത് നോക്കിയാൽ 17/35. ഇനി വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ? അറ്റ്ലീസ്റ്റിന്റെ പരിപാടി പല ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെങ്കിലും നിങ്ങളെ ചങ്കാണ് കുട്ടികളെ സെലക്ട് ചെയ്യാൻ എഴുതിക്കോ. അപ്പൊ ഓന്റെ മനസ്സിൽ എന്തേ കാര്യം? പഠിച്ച റബ്ബേ, ഞാൻ സെലക്ട് ചെയ്യുന്ന കുട്ടികളിൽ ഒരു കുട്ടിയെങ്കിലും പെൺകുട്ടി ആവണേ. ഓന്റെ മൈൻഡിൽ ആലോചിച്ച ചിലപ്പോ നിങ്ങളേക്കാരെ ഞങ്ങൾ തന്നെ ആലോചിച്ചോളി. കാരണം ഇവിടെ ഒരു പെൺകുട്ടിയില്ലേ, ഓന് ഓക്കെയാണ്. ഇവിടെ ഒരു പെൺകുട്ടിയില്ലേ, ഓന് ഓക്കെയാണ്. ഇവിടെ 2 പെൺകുട്ടികളില്ലേ, പടച്ചവനോടൊരു പൂ ചോദിച്ചപ്പോ പടച്ചവനൊരു പൂക്കാലം കൊടുത്തു. ഒരു കുഴപ്പമില്ല. കാരണം ഓന്റെ പ്രാർത്ഥന എന്താ? പടച്ച റബ്ബേ, അറ്റ്ലീസ്റ്റ് ഒരു പെൺകുട്ടിയെങ്കിലും ഒന്നിൽ കൂടിയ കുഴപ്പമുണ്ടോ? ഇല്ല. ഈ ജോഡിമക്ക് ആ ചങ്ങായി ജീവിതകാലത്ത് മൈൻഡൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2 ആൺകുട്ടികളോനെ ജോഡിയോടെ അടുപ്പിച്ചോ? ഇല്ല. ഓന്റെ പ്രാർത്ഥന പഠിച്ചോ കേട്ട് ഈ 3 ജോഡിയിലാണ്. അപ്പൊ ഈ 3 കൂടി കൂട്ടുക. അതിനെക്കാട്ടും നല്ല ട്രിക്ക് എന്താ അറിയോ? ഒന്നായിട്ട് 3500 അല്ലേ? അതിന് ആവശ്യമില്ലാത്ത ഈ ഒരു ജോഡി കുറച്ചാ പോരെ.
അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ 3 ജോഡികൾ കൂട്ടതിനെക്കാട്ടും നല്ലത് 3500 ജോഡികളെന്ന് ആ ചങ്ങായി തിരിഞ്ഞു നോക്കാത്ത ബോയ്സ് ഉള്ള 1200 ജോഡി കുറക്കുക. ഔട്ട് ഓഫ് ടോട്ടൽ 3500. ദ ആൻസർ ഈസ് 2300/3500. 20 ക്യാൻസൽ ആയി പോയി. 23/35 ആൻസർ. ഇനി അറ്റ്മോസ്റ്റ് ആണെങ്കിൽ കൂടിപ്പോയാൽ മാക്സിമം എന്നാണ് അറ്റ്മോസ്റ്റിന്റെ അർത്ഥം. കൂടിയ അറ്റ്മോസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ കൂടിയ ഒരു ബോയ്, അതില് കൂടരുത്. കുറഞ്ഞാ കുഴപ്പമുണ്ടോ? വോയിസ് ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല. എവിടെ എന്താ പറഞ്ഞ അറ്റ്മോസ്റ്റ് 1 ബോയ്. പഠിച്ചറപ്പെ കൂടിപ്പോയൊരു ആൺകുട്ടി, അതിനെക്കാട്ടിലും കൂടരുത്, അതിനെക്കാട്ടിലും കുറയരുത് എന്നൊരു പറഞ്ഞിട്ടില്ല. അപ്പൊ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സോ ഒന്നിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടാവരുത്. അറ്റ്മോസ്റ്റ് പറഞ്ഞാല് മാക്സിമം പോയൊരു ആൺകുട്ടി, അതിന്റെ അപ്പുറം പോരുത്, ഇപ്പുറം വരാം. ഓക്കെ ആണല്ലോ. സോ ആലോചിച്ച അത് അവിടെ ഉണ്ട്. സോ ഇവിടെ നോക്കിക്കോ, 20 ബ്ലാക്ക് 30 റെഡ്, 20 ബ്ലാക്കും 30 റെഡും. ടോട്ടൽ എത്ര ഉണ്ട്? എത്ര ബീഡ്സ് ഉണ്ട്? ബീഡ്സ് ആണ് മുത്താള്. ബ്ലാക്ക് ബീഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എല്ലാവർക്കും അറിയാം, 20 ടോട്ടൽ 50. സോ 2/5. റെഡ് ബീഡ് കിട്ടാനുള്ള എല്ലാവർക്കും അറിയാം, 30/50. ദാറ്റ് ഈസ് 3/5. അല്ലെങ്കിൽ ടോട്ടൽ 5 എണ്ണത്തിന് 2 എണ്ണം പോയില്ലേ, ബാക്കി 5 2 പോയാൽ ബാക്കി 3/5. ഇത്രയുള്ള പരിപാടി. അങ്ങനെ ആലോചിച്ച. ഇനി ഹൗ മെനി മോർ ബ്ലാക്ക് ബീഡ്സ് ആർ ടു ബി പുട്ട് ടു മേക്ക് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഈസ് 1/2. അഥവാ റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2. 1/2 ഹാഫ് എന്നല്ലേ? അഥവാ ഇവിടെയുള്ള ആ ഗള്ളീന്റെ പകുതി റെഡ് ബീഡ് ആവണം എന്നുണ്ടെങ്കിൽ എത്ര ബ്ലാക്സും കൂടി ഞാൻ ഇടണം? എടാ, റെഡ് ബീഡ് കിട്ടണത് 1/2 ആണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഇവിടെ ടോട്ടലിന്റെ ഹാഫ് ആവണം, പകുതി ആവണം. ഇവിടെ ഓൾറെഡി 30 റെഡ് ഉണ്ട്. അപ്പൊ ടോട്ടലിൽ എത്ര വരണം? ഈ 30 റെഡ് പറഞ്ഞതിന്റെ ഹാഫ് ആവണമെങ്കിൽ ടോട്ടലിൽ എത്ര വരണം? 60 വരണ്ടേ? അപ്പൊ 30 റെഡ് ഓൾറെഡി ഉണ്ട്, 30 അല്ല, ബ്ലാക്ക് ആണ് കൂട്ടണ്ടേ. അപ്പൊ ബ്ലാക്ക് എത്ര എണ്ണം പാടെ കൂട്ടണം? ഒരു 10 ബ്ലാക്കും പാടെ കൂട്ടണ്ടേ? 10 ബ്ലാക്കും പാടെ. അപ്പൊ എത്ര എണ്ണം ആവും? 30 ബ്ലാക്കും 30 റെഡും. അപ്പൊ ടോട്ടൽ എത്ര? 60 ടോട്ടൽ വരും. പ്രോബിലിറ്റി വരുമ്പോ ടോട്ടൽ ഓഫ് 60. റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി പറയുമ്പോ 30/6 വെട്ടി കഴിഞ്ഞാൽ 3/6 ചെറുതാക്കി 1/2. അഥവാ 1/2 പ്രോബിലിറ്റി കിട്ടണമെങ്കിൽ എത്ര ബ്ലാക്സും കൂടി ഞാനൊക്കെ ആഡ് ചെയ്യണം? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 30 റെഡ് ഉണ്ട്. അപ്പൊ 30 റെഡ് ടോട്ടൽ ഇതിന്റെ പകുതി ആവണം എന്ന് പറയുമ്പോൾ ടോട്ടൽ അതിന്റെ ഇരട്ടി വരണം, 60 വരണം. 60 വരണമെങ്കിൽ 10 ബ്ലാക്കും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ 30 ബ്ലാക്ക് 30 റെഡ്. റെഡ് ഇട്ടാനുള്ള പ്രോബിലിറ്റി 1/2, ബ്ലാക്ക് ഇട്ടാനുള്ള പ്രോബിലിറ്റി 1/2. ഇനി 25 വരെയുള്ള നമ്പേഴ്സ്, 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് ഒരു ബോക്സിൽ എഴുതിയിട്ടിരിക്കണമെന്നാണ്. അപ്പൊ ആ ബോക്സിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 25 ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് റിട്ടേൺ ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ? 25 വരെ എത്ര ഈവൻ നമ്പർ ഉണ്ട് അറിയോ? 24 വരെ എത്ര ഉണ്ട് അറിയോ? 12 ഓടും 12 ഈവനും, പൗതി. 25 എന്ന് പറഞ്ഞ നമ്പർ എന്താണ്? ഓടാണ്. അപ്പോ മനസ്സിലാക്കുക, 25 വരെ നോക്കുന്ന സമയത്ത് അതിന് മുന്നേ 24 വരെ എത്ര ഓടുണ്ട്? പകുതി ഓടും പൗതി ഈവനും. 12 ഓടും 12 ഈവനും. 25 പറഞ്ഞ ഓടിന്റെ കൂട്ടത്തിൽ കാണാം. അഥവാ 25 വരെ നോക്കുകയാണെങ്കിലും 12 ഈവൻ വരും. ഔട്ട് ഓഫ് ടോട്ടൽ എത്ര? 25. എപ്പോഴും ടോട്ടലാണ് അടിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഓട് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ 25 12 പോയാൽ ബാക്കി 13/25 ഓട് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയുള്ള പ്രോബിലിറ്റി. 1 മുതൽ 25 വരെ പെർഫെക്റ്റ് സ്ക്വയർ ചെയ്ത് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ഈ 5 എണ്ണല്ലേ ഉള്ളൂ. സോ പ്രോബിലിറ്റി 5/25. എത്രയുടെ വരിക? 1/5 അല്ലേ? 5 കൊണ്ട് വെട്ടിക്കൂടെ? 5ൽ എത്ര 5 ഉണ്ട്? ഒരു 5 25. അപ്പൊ ചാപ്റ്റർ 4 കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജോമെട്രിക്കൽ പ്രോബിലിറ്റിക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ അധികം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ 75 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് എന്ന വീഡിയോയിൽ, ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കണേ. മര്യാദക്ക് കണ്ടുപിടിയത് മോഡൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട. ഞാൻ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ആ 75 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാ. ഇന്റെ യൂട്യൂബിന്റെ പ്ലേലിസ്റ്റിൽ SSLC മാത്സ് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റ് യൂട്യൂബ് ഇങ്ങനെ ഇതാക്കിയ സൈഡിൽ പ്ലേലിസ്റ്റ്, ഹോം, വീഡിയോസ്, ഷോർട്സ്, പ്ലേലിസ്റ്റ്. ആ പ്ലേലിസ്റ്റ് പോയ SSLC മാത്സിൽ കയറി കഴിഞ്ഞാല് മിക്ക ചാപ്റ്ററിന്റെ 4ാമത്തെ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്റർ അല്ലാത്ത എല്ലാ ചാപ്റ്ററിന്റെയും ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഉണ്ട്, കാണുക. ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ഷുവർ ഷോട്ട് ഉണ്ട്, കാണുക. പ്രൂഫുകൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, കാണുക. 75 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാണുക. കൺസ്ട്രക്ഷൻ, ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇനി പബ്ലിക് എക്സാം സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഇരുന്ന് കാണാൻ ഒരു ഈസ മതിയടാ, ഒരൊറ്റ ഈസ മതി. അങ്ങനെയൊക്കെ 1 മണിക്കൂർ 3/4 മണിക്കൂറിന്റെ വീഡിയോസാ. ഇരുന്ന് കണ്ടോളി, സ്പീഡ് കൂട്ടി കണ്ടോളി, അടിച്ചു വിട്ട് കണ്ടോളി, നഷ്ടാവൂല. സോ ചാപ്റ്റർ 2ലേക്ക് പോവാം.
ചാപ്റ്റർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആംഗിൾ ഡി എത്രയായിരിക്കും എന്നുള്ളതാണ്. ടോട്ടൽ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡിൽ ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 ആംഗിളും കൂടി കൂട്ടിയ 360 ആണ് വരിക. അപ്പൊ അതില് 100 110 കൂട്ടിയപ്പോ എത്ര വന്നു? 210, 60, 270, 300. അപ്പൊ ബാക്കി 360 ആവണമെന്നുണ്ടെങ്കിൽ 90 ഇവിടെ വരണം. ക്ലിയർ ആണല്ലോ. ഇനി ഡി ഇൻസൈഡ് ആണ്, അല്ല ചെക്ക് ചെയ്തിട്ട് ഡി ഇൻസൈഡ് ആണോ ഓൺ ആണോ ഔട്ട് സൈഡ് ആണോ, അഥവാ സർക്കിൾ വേണോ സർക്കിളിന്റെ പുറത്താണോ. എ സി ഡയമീറ്റർ ആയിട്ട് വെക്കും. അപ്പൊ എ സി ആണ് ഇവിടുത്തെ ഡയമീറ്റർ. ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഒരു സർക്കിൾ വരച്ചാൽ അതിന്റെ ഡയമീറ്റർ വരച്ചാൽ ആ ഡയമീറ്ററിന്റെ അപ്പുറം അപ്പുറം ഉള്ളത് എന്ത് സർക്കിളാണ്? സെമി സർക്കിളാണ്. സെമി സർക്കിളിന്റെ ആംഗിൾ ഈസ് ഓൾവേസ് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്, മറക്കരുത്. അപ്പൊ ഇവിടെ എ സി ഡയമീറ്റർ ആയിട്ട് ഞാനൊരു സർക്കിൾ വരച്ചാൽ, ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ ദാ ഡി ഓൺ ദ സർക്കിൾ ആണോ ഔട്ട് സൈഡ് സർക്കിൾ ആണോ ഇൻസൈഡ് സർക്കിൾ? എല്ലാവർക്കും അറിയാം ഡി എന്താണ്? ഓൺ ദ സർക്കിൾ ആണ്. കാരണം ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ചില ആൾക്കാരുടെ സാറേ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവില്ല കേട്ടോ. ഇത് കൂടെ ചിലപ്പോ പോയിക്കൊള്ളണമെന്നില്ല. നോക്കട്ടെ. ഈ എ സി ഡയമീറ്റർ ആയിട്ട് വരച്ചാൽ ഇത് ഇങ്ങനെ പോവാം. എന്തുകൊണ്ടാ 110 തട്ടാത്തെ? ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നതോടെ ഇത് സെമി സർക്കിൾ ആണ്, ഇതും സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിന്റെ ആംഗിൾ 90. 90നേക്കാൾ കുറവുള്ള ആംഗിൾ പുറത്ത്, ഔട്ട്. 90നേക്കാൾ കൂടുതലുള്ള ആംഗിൾ ഇന്ന്, ഉള്ളില്. ഇവിടെ 90നേക്കാൾ കൂടുതലുള്ള ആംഗിൾ അല്ലേ, അപ്പൊ ഇത് സെമി സർക്കിളിന്റെ ഉള്ളിൽ. ഇവിടെ ഈ സെമി സർക്കിളാണ്. സോ ഇവിടെ 90 വന്നാണെങ്കിൽ സർക്കിളിന്, 90ന്റെ കുറവാണെങ്കിൽ പുറത്ത്, 90ന്റെ കൂടുതലാണെങ്കിൽ ഉള്ളിൽ. ഇത് അറിയാമെന്ന് പ്രതീക്ഷിക്കണം. എപ്പോൾ ഡയമീറ്റർ ആക്കി വരക്കുമ്പോൾ 2 ടൈപ്പിൽ ചോദിക്കാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററുമായിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാം. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് ഒന്നും പേടിക്കാനുള്ള ഓൺ ദ സർക്കിൾ ആണ്. ഇനി അടുത്ത ചോദ്യം എന്താ? ചെക്ക് വെദർ ദ വെർട്ടീസസ് എ ആൻഡ് സി ആർ ഇൻസൈഡ് ഓൺ ഔട്ട് സൈഡ്. നോക്കിക്കോ, സിമ്പിളാ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ കേസ്. ഇനി ഞാനിതൊന്നും വായിച്ചാണ്. ബി ഡി ഡയമീറ്റർ ആയിട്ട് ഞാൻ വരക്കുകയാണ്. ആരെ ഡയമീറ്റർ ആക്കി സർക്കിൾ വരച്ചാൽ ഇതിന്റെ സെന്ററിൽ കുത്തി കണ്ടാണ് സർക്കിൾ വരക്കണം. സർക്കിൾ ഇങ്ങനെ വരും. ഇങ്ങനെ ഇവിടെ ഞാൻ വരക്കണില്ല കേട്ടോ. ഇങ്ങനെ പോരുന്നുണ്ടേ. എന്നിട്ടാ ബി ഡി ഡയമീറ്റർ ആകുമ്പോൾ ബി കൂടി ഡി കൂടി എന്തായാലും പോകുന്നുണ്ടാവും. ഇത് എവിടെയെന്ന് ഞാൻ പറയണില്ല. ആർക്കെങ്കിലും പറയണ്ട, ഈ സർക്കിൾ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ആംഗിൾ എയുടെ സ്ഥാനം എവിടെയാണ്, ആംഗിൾ സിയുടെ സ്ഥാനം എവിടെയാണ്? ഞാൻ പറഞ്ഞുതരാം. ഡയമീറ്റർ ആയിട്ട് വരച്ചാൽ ഇവിടെ വരാൻ പോകുന്നത് സെമി സർക്കിളാണ്, ഇവിടെ വരാൻ പോകുന്നത് സെമി സർക്കിളാണ്. സെമി സർക്കിൾ മൊത്തം ആംഗിൾ 90 ആണ്. അതിനേക്കാൾ കുറവാണെങ്കിൽ പുറത്ത്. അപ്പൊ 60 പറഞ്ഞാൽ കുറവല്ലേ? 60 അപ്പൊ എവിടേക്കാരം വരിക? ഔട്ട് സൈഡ്, ഔട്ട് സൈഡ്. ഇനി ഇവിടെയും അതേപോലെ തന്നെ സെമി സർക്കിളാണ് വരുന്നത്. സെമി സർക്കിൾ മൊത്തം ആംഗിൾ എത്ര? 90. അതിനേക്കാൾ കുറവാണെങ്കിൽ പുറത്ത്, കൂടുതലാണെങ്കിൽ ഉള്ളിൽ. 100 കാരണം 90നേക്കാൾ കൂടുതലല്ലേ? അപ്പൊ ഇത് ഇൻസൈഡ്, ഇന്ന്. ഇതോ ഔട്ട് സൈഡ്, മറക്കരുത്. അപ്പൊ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് 50 ആണ്. നോക്കൂ, ഈ ആംഗിൾ എത്ര കാരം? ലീനിയർ പെയർ അല്ലേ? 130 അല്ലേ വരിക? ഇത് 130 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര വരിക? അറിയാന്ന് പ്രതീക്ഷിക്കണം. മേജർ സെഗ്മെന്റ് ആംഗിൾ, മൈനർ സെഗ്മെന്റ് ആംഗിൾ. മൈനർ സെഗ്മെന്റ് ആംഗിളും മേജർ സെഗ്മെന്റ് ആംഗിളും സപ്ലിമെന്ററി ആണ്. സോ ഇതെത്ര വരും? അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ 180 മൈനസ് 130, 50 എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? 100 എന്ന് വരും. പിന്നെ ഇത് റേഡിയസ് അല്ലേടാ കുട്ടികളെ? ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പൊ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. സോ ഇത് 2 ഈക്വൽ ആണ്, ആണോ അല്ലേ? ഇപ്പൊ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. 2 ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾസും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഉള്ള ആംഗിളും ഇവിടെ ഉള്ള ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ 100, ഒരു ട്രയാങ്കിളിൽ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 അല്ലേ? അതിൽ 100 ഈ ചങ്ങായി കൊണ്ടുപോയില്ലേ? ബാക്കി 80 അല്ലേ ഈ 2 ആംഗിളിലുള്ള? എങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം? 40 ഒന്നും അറിയാത്ത കുട്ടികൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. ഇത്രയും ബേസിക്സ് ഒന്നും അറിയാതെ ഈ ക്ലാസ് കണ്ടിട്ടും കാര്യമില്ല. പിന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ പറയും ക്ലാസ് മനസ്സിലായില്ല എന്നുള്ള. ബിക്കോസ് എക്സാമിന്റെ തലേന്നുള്ള പ്രിപ്പറേഷൻസ് ആണിത്. അപ്പോൾ ക്ലാസ്സസ് മീൻസ് ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ക്ലാസ്സസ് കാണും. പിന്നെ ഇപ്പൊ എന്താ പഠിച്ചോനെ പറയാനുള്ളത്? ആംഗിൾ മെയ്ഡ് ബൈ സെന്റർ എ ബി എന്ന സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടിയ OB 100. ഇതൊക്കെ ആൻസർ ചെയ്താൽ മതി. OAB എത്ര? OAB പറഞ്ഞാല്
അതും കിട്ടും 40. അത് സിമ്പിൾ ആണല്ലോ, ADB ACB ഒക്കെ കിട്ടും. സോ നമുക്ക് അടുത്തേക്ക് പോവാം. ഇതാണ് ഈ ക്വസ്റ്റ്യന് ഞാനൊരു ട്രിക്ക് ഞാൻ എപ്പോഴും ഏത് ക്ലാസ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരലുണ്ട്. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് മുറിച്ച് തന്നാൽ ഒരു പേടിയും വേണ്ട. ഒരു ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ചാണ്ട് തന്നു കരുതിക്കോ, ഓട്ടോമാറ്റിക്കലി ക്വാഡ്രിലാറ്ററലിനെ 4 മുറിക്കുന്ന സമയത്ത് ഇവിടെ റൈറ്റിലൊരു ട്രയാങ്കിൾ ഉണ്ടാവും, ലെഫ്റ്റിലൊരു ട്രയാങ്കിൾ ഉണ്ടാവും, മേലൊരു ട്രയാങ്കിൾ ഉണ്ടാവും, താഴെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ലെഫ്റ്റത്തെ ട്രയാങ്കിളും റൈറ്റത്തെ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണ്, അഥവാ ആംഗിൾസ് സെയിം ആണ്. മേലുള്ള ട്രയാങ്കിളിലും താഴെയുള്ള ട്രയാങ്കിളിലും ആംഗിൾസ് സെയിം ആണ്. പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇത് 60 അല്ലേ, അടിയത്തെ ട്രയാങ്കിൾ ആണത്, ഇത് മേലത്തെ. അവിടെ മേലെയും താഴെ സെയിം ആംഗിൾസാ വരിക. അഥവാ ഇതെങ്ങനെ കാണേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സസിന്റെ ഇതാ AB എന്ന് പറഞ്ഞ ഒരു കോഡ് വന്നിട്ടാണ് ആംഗിളാണ് ADB ACB. ഇപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണ്. അതേപോലെ അടുത്ത കോഡ് നോക്കുക, AD പറഞ്ഞ കോഡ് വന്നിട്ടാണ് ABD ACD. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണ്, ഇത് രണ്ടും അറിയില്ല. ഞാൻ അടുത്ത കോഡ് നോക്കുക, CD എന്ന കോഡ് വന്നിട്ടാണ് ഇതും ഇതും. ഇത് രണ്ട് ഈക്വൽ ആണ്. ഇത് 40 ആണെങ്കിൽ ഇവിടെ 40. അങ്ങനെ 4 ഭാഗം നോക്കിയാൽ കിട്ടും. ഏതൊരു ആംഗിൾ കണ്ടുപിടിച്ചാലും ചിത്രം 4 ഭാഗത്തും നോക്കണം. ഞാനൊരു ഐഡിയ ആണ് പറഞ്ഞതിന്. അടിയിൽ ഇവിടെ 60 അല്ലേ, ഈ ട്രയാങ്കിളില് അടിയിൽ ലെഫ്റ്റിൽ 60 ആണെങ്കിൽ ഇതിന്റെ നേരെ മേലത്തെ ട്രയാങ്കിളും ലെഫ്റ്റിൽ എത്ര നീകാരം 60 നീകാരം. ഇതാണ് ട്രിക്ക്. താഴെയും മേലെ സെയിം ആയിരിക്കും. അപ്പോ വേറെ ഏതെങ്കിലും ഉണ്ട്. ഇനി ലെഫ്റ്റിൽ 50 ആണെങ്കിൽ റൈറ്റിലും എന്തെന്നെ നീകാരം അതേ സ്ഥലത്ത് 50. ഇപ്പൊ റൈറ്റിൽ 40 ആണെങ്കിൽ ലെഫ്റ്റിലും എന്തെന്നെ നീകാരം 40 ആണോ അല്ലേ? ഇവിടെ 40 ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 40 ആണെങ്കിൽ ഇവിടെ എത്ര കാരം വരിക? ഇവിടെ 90 അല്ലേ വരിക? അങ്ങനെ 3 കൂടി കൂട്ടിയാൽ 150 കിട്ടണ്ടേ? ഇത് 90 ആണെങ്കിൽ ഇതും 90 അല്ലേ? കാരണം എന്താ, ഒരു ലൈൻ അല്ലേ? ഒരു ലൈനുമത്തെ 2 ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? ഒരു ലൈനുമത്തെ 2 ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടണ്ടേ? ലീനിയർ പെയർ. ഇത് 90. ഇത് 90 തറുവാണെങ്കിൽ ഇവിടെ 30 അല്ലേ വരിക? അതേ 60 അടിയിൽ 90 റൈറ്റിൽ 30 തന്നെ അടിയിലും വരിക. ഇവിടെ 90. ഇവിടെ ഉള്ള ആംഗിൾ തന്നെ ഈ കരവിടെ, ഇവിടെ ഉള്ള ആംഗിൾ തന്നെ ഈ കരവിടെ. ഈ രണ്ട് ആംഗിൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 180 ആണ്. അടുപ്പിച്ചടുപ്പിച്ചുള്ള മാത്രം കേട്ടോ. ഇത് രണ്ടും 180, ഇത് രണ്ടും 180, ഇത് രണ്ടും 180, ഇത് രണ്ടും 180. ഇതൊക്കെ അറിയാന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്പോസിറ്റ് സെയിം ആണ് കേട്ടോ. പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെ ഓരോ ഐഡിയാസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാനം നോക്കി ഇരുന്നോളി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിക്കൊണ്ടു. സുഖേ ആംഗിൾസ് കാണാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, ബാക്കിയൊക്കെ സുധൻ. ഇവിടെ ഭയങ്കര സിമ്പിൾ ആണ്. AB ടോട്ടൽ ആയിട്ട് 10 ആണ് പറഞ്ഞിരിക്കുന്നത്. PB 2 ആണെങ്കിൽ ഇവിടെ 8 അല്ലേ വരിക? സോ PB 8, PA 8. PC എന്താ വരിക? ഇക്വേഷൻ എന്താ? PA × PB = PC സ്ക്വയർ. ചെയ്ത് നോക്കാം കേട്ടോ. PC എത്ര കിട്ടുമെന്നറിയോ? 16 4 കിട്ടും. ഇനി ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ PC സൈഡായിട്ട് ഞാനൊരു സ്ക്വയർ വരക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്താ? സ്ക്വയറിന്റെ സൈഡ് 4 അല്ലേ? അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്താ? സ്ക്വയറിന്റെ ഏരിയ എന്താ? A സ്ക്വയർ. സൈഡ് കിട്ടിയില്ലേ? 4 അല്ലേ? അപ്പൊ 4ന്റെ സ്ക്വയർ 16. ഏരിയ കിട്ടി. ഇനി ഇത് കൺസ്ട്രക്ഷൻ ആണ്. സ്ക്വയർ വരക്കാനുള്ള മറ്റേ റെക്ടാങ്കിൾ ഒക്കെ വരച്ചിട്ട് ഇങ്ങോട്ട് നീട്ടിയിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് സെമി സർക്കിൾ വെച്ചിട്ട് ഇങ്ങോട്ട് നീട്ടിയിട്ടുള്ള മറ്റേ പരിപാടി, അത് കൺസ്ട്രക്ഷൻ. സോ അടുത്തത് ഇതെല്ലാവർക്കും അറിയാം. ടോട്ടൽ 360 അല്ലേ? ഇവിടെ എത്ര കാരം? 150. ഈ 150ന്റെ പകുതിയാണ് ഇവിടെ വരിക. ഈ 210ന്റെ പകുതിയാണ് ഇവിടെ വരിക. സിമ്പിൾ അല്ലേ? 150ന്റെ പകുതി ഇവിടെ 75. 210ന്റെ അല്ലെങ്കിൽ 75ന്റെ സപ്ലിമെന്ററി ആംഗിൾ 150ന്ന് 75 കുറക്കുക 105. ഇവിടെ സത്യം പറഞ്ഞാൽ ഐഡിയ എത്ര ഉള്ളൂ. സെന്റർ ആംഗിൾ കൂട്ടിയ ടോട്ടൽ 360 അല്ലേ? ഇതിന്റെ പകുതിയല്ലേ ഇവിടെ? ഇതിന്റെ പകുതിയല്ലേ ഇവിടെ? പകുതികൾ കൂട്ടിയ എത്ര? 150. ഇത്ര ഉള്ളൂ. സെന്ററിൽ കൂട്ടിയ 360, അതിന്റെ പകുതികൾ കൂട്ടിയ 150. 360ന്റെ പകുതി, അതുള്ള ഐഡിയ. അപ്പൊ ഇവിടെ എത്ര വരും? 105. ഇത് പഠിച്ചോണ്ട്. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒരിക്കലും പാരലോഗ്രാം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആവില്ല. എപ്പോ മാത്രമേ ഉള്ളൂ? റെക്ടാംഗിൾ ഒരു പാരലോഗ്രാം തന്നെയാണ്. അപ്പൊ പറയും പാരലോഗ്രാം ദാറ്റ് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ്, കാരണം ഇത് എക്സ് ആണ്, ഇതും അപ്പൊ എക്സ് ആണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ല വേണ്ട, സപ്ലിമെന്ററി. ഇപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ പോലും സപ്ലിമെന്ററി ആണെങ്കിൽ ഇവിടെയും 90 വരണം, അവിടെയും 90 വരണം. എന്നാലേ ഈക്വലും പ്ലസ് രണ്ടും കൂടി കൂട്ടിയാൽ 150 കിട്ടുള്ളൂ. 90 വരുമ്പോൾ പാരലോഗ്രാം എന്ന് വിട്ട് കണ്ടത് എന്തായിട്ട് മാറും? റെക്ടാംഗിൾ ആയിട്ട് മാറും.
സോ പാരലോഗ്രാം ഒരിക്കലും ആവില്ല എന്ന് കാണാതെ പഠിച്ചോളൂ. ഐസോസിലസ് ട്രപ്പീസിയം എല്ലാ മക്കൾക്കും അറിയില്ലേ? അതാണ് ഐസോസിലസ് ട്രപ്പീസിയം. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, ഇതിന്റെ ഓപ്പോസിറ്റ് 180 മൈനസ് എക്സ്, ഇതിന്റെ ഓപ്പോസിറ്റ് 180 മൈനസ് എക്സ്. സിമ്പിൾ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, ബേസ് ആംഗിൾസ് ഈക്വലും ആണ്. സോ റെക്ടാംഗിൾ സ്ക്വയർ അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. ഇതറിയില്ലേ? എത്ര വരിക? ഇത് 50 അല്ലേ വരിക? ഇതിന്റെ സപ്ലിമെന്ററി അല്ലേ ഇവിടെ വരിക? അത് 130. ഞാൻ അടുത്ത് പി ആർ ഉണ്ടെങ്കിൽ പി ആർ ഞാൻ ഇവിടെ ഒരു വരക്കാം. ഇതൊരു കോഡാണ്. ഒരു കോഡുമെന്നുണ്ടാണ് സെൻട്രൽ ആംഗിൾ അല്ലേ ഇത്? ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി അല്ലേ ഈ കോഡുമെന്ന് ഇങ്ങോട്ട് സർക്കിളുമൊക്കെ ഉണ്ടാണ് ഏതൊരു ആംഗിളും ആലോചിച്ച് നോക്കുക. ഇത് സെന്ററിലേക്കുള്ള ആംഗിളാണ്. പി ആർ എന്ന് പറഞ്ഞ കോഡുമെന്ന് സെന്ററിലേക്കുള്ള, ഇവിടുന്ന് സർക്കിളുമൊക്കെയുള്ള ആംഗിൾ എത്ര വരിക? 35 അല്ലേ വരിക? ഇതേപോലത്തെ ഒരു ആംഗിൾ അല്ലേ ഇത്? നോക്കി ഇത് സെൻട്രൽ ആംഗിൾ, ഇത് സർക്കിളുമൊക്കെയുള്ള ആംഗിൾ. അപ്പൊ എപ്പോഴും ഇത് എന്തായിരിക്കും? 70ന്റെ പകുതി 35 ആയിരിക്കും, മറക്കണ്ട. ഇനി അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് പി ഒ എസ്. ആംഗിൾ ട്രയാംഗിൾ പി ഒ എസ് എവിടെതാ? ഇത് 90. ഇതൊരു ക്വസ്റ്റ്യനിൽ തന്നിക്കണം. ഇപ്പൊ എത്ര? 20 70. കാരണം ഈ രണ്ട് ആംഗിൾ കൂട്ടി എപ്പോഴും എത്ര കിട്ടണം? 90 കിട്ടണം. ഇതിൽ ഒറ്റക്ക് 90, ടോട്ടൽ 180. ഇനി ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ്? 90. ഓപ്പോസിറ്റ് സെയിം അല്ലേ? ഇവിടെ 35 അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 55 എന്ന് വരും. ആംഗിൾ സെറ്റ് അല്ലേ? ചെയ്ത് നോക്കാം. കഴിഞ്ഞു. അല്ലെങ്കിൽ ഇത്ര കിട്ടില്ല ക്വസ്റ്റ്യൻസ് അടുത്ത ചെയ്യും. ഇതെങ്ങനെ ചെയ്യാം? സി ഡി ഈസ് പാരലൽ. സി ഡിയും എ ബിയും പാരലൽ ആണ്. ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് എത്രയൊക്കെയായിരുന്നുള്ളത്? ഇത് 35 വരിക. ഏത് രണ്ട് പാരലൈൻസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇവിടെ 35 ആണെങ്കിൽ ഇവിടെയും 35 സോ അതേ പരിപാടി തന്നെയാണ്. ഇത് 35 ആണെങ്കിൽ നേരെ ഇത് 35 മറുകോൺ, അൾട്ടർനേറ്റ് ആംഗിൾ. അപ്പൊ അവിടെ 35 നേട്ട്. ഇത്ര വലുതാക്കി തരാം. ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ വേണം. പല ആൾക്കാരും പല രീതിയിൽ ചെയ്യും. ഞാൻ ഇഞ്ചൊരു ഐഡിയ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരു വേറെ വെക്കാം. ഈ ആംഗിൾ 90 ആണെന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കാൻ ധൈര്യമില്ല ആരല്ലേ? കാരണം എന്താ? എ ബി എന്ന് പറഞ്ഞ ഡയമീറ്റർ അല്ലേ? വ്യാസല്ലേ? എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന ആംഗിൾ അല്ലേ? എ സി ബി. ഒരു വ്യാസം വരക്കുന്നതോടെ ആ വൃത്തം എന്തായിട്ട് മാറും? സെമി സർക്കിൾ, അർദ്ധവൃത്തായിട്ട് മാറും. അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് കിട്ടി. ഇനി ഇവിടെ എത്രയേക്കാരെന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതിനെന്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഡിയും ബിയും കണ്ടോ? ഡിയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഡി എ ബി. വേറെണ്ടോ? ഡി സി ബി. ഒരേ രണ്ട് പോയിന്റുകളിൽ തുടങ്ങി ഒരേ ഡയറക്ഷനിലേക്കുള്ള രണ്ട് ആംഗിൾസ് സെയിം അല്ലേ? രണ്ടല്ല, എത്ര ആംഗിൾ വരച്ചാൽ അതൊക്കെ സെയിം അല്ലേ? തുടങ്ങലും അവസാനിക്കലും ഒരേ പോയിന്റ് ആണ്. ഉമ്മാന്റെ പേരും വാപ്പാന്റെ പേരും ഒരേ പേരാവണം. ഇവിടെ അതേപോലെ തന്നെ ഡി സി ബി, ഡി എ ബി. അപ്പൊ ഈ രണ്ട് ആംഗിളും സെയിം ആയതുകൊണ്ട് ഇത് 35 ആണ്. ഇവിടെ എത്ര തന്നെയാണ്? 35 ആണോ? അല്ലേ? അപ്പൊ ഈ ഒരു ട്രയാങ്കിളത്തെ ആംഗിൾസ് ആണ് കാണാൻ പറഞ്ഞത്. ഈ ഒരു കുഞ്ഞ് ട്രയാങ്കിൾ ഉണ്ടോ? ഈ ട്രയാങ്കിളത്തെ ആംഗിൾസ് ആണ് കാണാൻ പറഞ്ഞത്. ഇതിപ്പോ എത്രയായി? ഇത് 35 ആയി. ഇതിപ്പോ ടോട്ടൽ എത്രയായി? ഇവിടെ 125 ആയില്ലേ? അപ്പൊ ഇവിടെ എത്ര വരിക? ഈ ഒരു ആംഗിള് 3 ആംഗിളും കൂടി കൂട്ടിയ 180 അല്ലേ? സോ 35 ആയി. ഇത് രണ്ടും പാടെ ഈ വരങ്ങൾ നോക്കണ്ട, അത് ഞാൻ അറിയാൻ വേണ്ടി വരച്ചത്. അപ്പൊ 90 35 125 ആയി. 35 ആയി. ബാക്കി 180 രണ്ടും കുറച്ചാൽ ബാക്കി ഇവിടെ 20 ആണോ? അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ 20 ഇവിടെ 35, ഇവിടെ ടോട്ടൽ 125. അതാണ് ഈ ഒരു കുഞ്ഞ ട്രയാങ്കിളത്തെ ആംഗിൾസ്. ഏത് ട്രയാങ്കിളത്തെ ആംഗിൾസ്? ഈ കുഞ്ഞ ട്രയാങ്കിളത്തെ ആംഗിൾസ്. ഇവിടെ 20, ഇത് രണ്ടും കൂടി കൂട്ടിയ 125, ഇത് 35. ഡൗട്ടൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെങ്ങനെ ചെയ്യാം? ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇത് എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന ഏതൊക്കെ ആംഗിൾ ഉണ്ട്? എ ബി സി. വേറെ ഉണ്ടോ? എ ഡി സി. അപ്പൊ ഇത് രണ്ട് ഈക്വൽ അല്ലേ? അപ്പൊ ഇത് 55 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാണ്? 55. ഇത് എത്ര വരിക? രേഖീയ ജോഡിയല്ലേ? ലീനിയർ പെയർ. 125. രണ്ടും കൂടി കൂട്ടിയ 180 കിട്ടണേ. ഇവിടെ അതേപോലെ തന്നെ 125. ഇനി ഞാനൊരു സാധനം ഹൈലൈറ്റ് ചെയ്തതാണ്.
ഹൈലൈറ്റ് ചെയ്യണമൊക്കെ കാണുന്നുണ്ടോക്കണേ. ഉണ്ടോ? കണ്ടോ? ഇതെന്താ സത്യം പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ കാണുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ 4 വശമുള്ള ഒരു ഷേപ്പ് അല്ലേ? 4 വശമുള്ള ഒരു ഷേപ്പിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര ഇക്കാരം വരിക? 180 ഡിഗ്രി, 360 അല്ലേ വരിക? അപ്പൊ ഇവിടെ ഒരു ആംഗിള് 30, ഒരു ആംഗിൾ 125, ഒരു ആംഗിൾ 125. ഇപ്പൊ ഈ ആംഗിൾ എത്ര ഇക്കാരം? ഒക്കെ പാടെ കൂട്ടി നോക്കി. 125, 250, 215, 13, 280, 250 ഇപ്പൊ ഓൾറെഡി ആയി. 360 ആണെങ്കിൽ ഇവിടെ എത്ര വരണം? 80 കൂടി വരണം. അപ്പൊ ഇവിടെ എത്രയാണ്? 80. ക്വസ്റ്റ്യൻ എന്തേനി? BCD. ചോദിച്ചത് വേറെ, ഉത്തരം കിട്ടി വേറെ പോയോ? BCD. പിന്നെ ഏതാ? BAD. ഇത് രണ്ടും ഈക്വലാ. ബിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കാണ് BAD, BCD. അപ്പൊ ഇത് രണ്ടും കിട്ടിയാൽ മതി. ഭയങ്കര സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വരിക? ഇത് 80 അല്ലേ? അപ്പൊ ഇവിടെ 100 വരില്ലേ? അപ്പൊ ഇവിടെ എത്ര വരും? 25 അല്ലേ പഠിച്ചേ? അല്ല, സോറി, 35. കാരണം മൊക്കപ്പാടെ കൂട്ടിയാൽ 150 ആണ്. അത് ഇത് 3 കൂടി കൂട്ടിയാൽ 150 ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. മേലെ 100 ആണെങ്കിൽ താഴെ എന്ത് തന്നെയാണ്? 100. ഇപ്പൊ ഇവിടെ എത്ര വരിക? 35. എപ്പോഴും 2 ലൈൻ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സെയിം ആയിക്കാരം, അടുത്തടുത്തുള്ളത് സപ്ലിമെന്ററി ആയിക്കാരം. സോ ഈ ഒരു കൺസെപ്റ്റ് നിലയിലുണ്ടാകും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് ഏറെയാണ്. പല മോഡലിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എത്ര വരിക? ഇതൊരു AD പറഞ്ഞ ഡയമീറ്റർ അല്ലേ? ഇത് എത്ര വരിക? 90. പിന്നെ AD സെമി സർക്കിൾ ആംഗിൾ അല്ലേ? 90. ഇത് എത്ര കാരം വരിക? അപ്പൊ 70 അല്ലേ വരിക? കാരണം 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. സോ ADC വെച്ചിരിക്കണം, ADCTയിലെ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ വലിയ സാധനം കണ്ടോ? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. ബിയും ഡിയും ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ഇത് രണ്ടും കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണ്ടേ? ഇത് 70 അല്ലേ? 70ലേക്ക് എത്ര കൂട്ടിയാലാ 180 കിട്ടുക? 110 അല്ലേ? സോ ആംഗിൾ BAD ഇതാണ് കിട്ടേണ്ടത്. ആംഗിൾ ADCT ഇല്ലേ? ആംഗിൾ ADCT 70. ഇത് എത്ര കാരം വരിക? 110. ഇനി BCയും ABയും സെയിം ആണെന്ന് നടക്കണം. ABയും BCയും സെയിം ആണെന്ന് നടക്കണം. അഥവാ ഇതൊരു ഐസോസിലസ് ട്രയാംഗിൾ ആയില്ലേ? അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ എത്ര വരും? 110 കഴിഞ്ഞാൽ ബാക്കിയുള്ള 70 എങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും? 35. ഇത് എത്ര കാരം വരിക? 35, 20, 55 എന്ന് വരും. ADCയോ? ADC എല്ലാവർക്കും അറിയാം. ADC 70. സോ പറഞ്ഞേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. ഇത് എത്ര വരിക? ഈ ചിത്രം ഞാൻ സൂം ചെയ്ത് തരാം. ഇതിന്റെ പ്രൂഫ് ഞാനിപ്പോ പറഞ്ഞില്ല. പ്രൂഫിനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ തരാം. അല്ലെങ്കിൽ പറഞ്ഞുതരാം, വലിയ പണിയൊന്നുമില്ല. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അപ്പൊ എത്ര വരും? 95. ഇത് വീണ്ടും 85. ഇത് വീണ്ടും 85. ബിക്കോസ് ഇതൊരു ലീനിയർ പെയർ ആണ്. ഇതൊരു വരയാണ്. ഒരു വരമ്പത്തെ 2 ആംഗിളും കൂടി കൂട്ടിയാൽ 180 വരുന്നുണ്ട്. ഇത് 85 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും സൈക്ലിക് ക്വാഡ്രാറ്റ് 95. ഇപ്പൊ വീണ്ടും ഇത് 85 ലീനിയർ പെയർ. ഇത് വീണ്ടും 95 ആണോ? അല്ലേ? ഇതേപോലെ തന്നെ ഇതോ 105 ആണെങ്കിൽ ഇത് 75. ഇത് 75 ആണെങ്കിൽ ഇത് വീണ്ടും 105. ഇത് വീണ്ടും 75. ഇത് വീണ്ടും 105. ഇത് വീണ്ടും 75. ഇത് വീണ്ടും 105. ഞാൻ നോക്കി ഈ വലിയ ക്വാഡ്രിലാറ്ററൽ എടുത്ത് നോക്കി. ഓപ്പോസിറ്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് 85, ഇവിടെ 95. രണ്ടും കൂടി കൂട്ടിയ 180 ആണോ? അല്ലേ? ഇത് 75, ഇത് 105. ഇത് രണ്ടും കൂട്ടിയാലും 180. ഒരു സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ ആവും. ഇനി ചോദ്യം എന്താ ഇവിടെ? ചോദ്യം എന്താ? ഫൈൻഡ് ദി മെഷേഴ്സ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ PQRS. ഇത് മെഷേഴ്സ് കിട്ടിയല്ലോ. കിട്ടിയില്ലേ? വലിയ പണിയൊന്നുമില്ല. ഇനി ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം. പ്രൂഫിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഞാൻ അടുത്ത എക്സാമിനോട് അടുപ്പിച്ച് ഞാൻ പ്രൂഫിന്റെ ക്വസ്റ്റ്യൻ തരാം. ഇത് X ആണെങ്കിൽ ഇത്
അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പുട്ട് ദിസ് എക്സ്, അപ്പൊ എന്ത് വരും 180 മൈനസ് എക്സ്. അപ്പൊ ഇത് വീണ്ടും എക്സ്, കാരണം ഇത് രണ്ടും കൂടി കൂട്ടി 180 ഉണ്ട്. ഇത് രണ്ടും കൂടി 180 തിരിച്ചു തരണോ? 80 മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയി. സോ ആ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനത്തെ പരിപാടി. ഇനി ചാപ്റ്റർ 1 and 3 ഇത്ര ഉള്ള പരിപാടികൾ. എട്ടാമത്തെ ഞാൻ ഭയങ്കര സ്പീഡിൽ കയറാം, സ്പീഡിൽ കയറാം. ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പൗസ് ചെയ്ത് കാണാം. എട്ടാമത്തെ 90th ടേം, സം ഓഫ് 8th ടേം ആൻഡ് 90th ടേം. എട്ടാമത്തെ ടേമും 19ാമത്തെ ടേമും കൂടി കൂട്ടിയപ്പോ 125 കിട്ടി. ഏഴാമത്തെ ടേമും 20ാമത്തെ ടേമും കൂട്ടിയാൽ 125 തന്നെ കിട്ടും. ഇതൊക്കെ പേരാണ്. ഇതെങ്ങനെ പേരാണെന്ന് വെച്ച് പെട്ടെന്ന് മനസ്സിലായത് വെച്ചാൽ 8ഉം 19ഉം കൂട്ടുക, പൊസിഷൻ കൂട്ടുക. ഇത് രണ്ടും കൂട്ടിയപ്പോൾ 27 എന്നാണ് കിട്ടിയത്. ഇനി 7ഉം 20ഉം കൂട്ടിയാൽ വീണ്ടും 27 കിട്ടുക. ആണോ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ 6th ടേം ഈ 40 21th ടേം, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആറാമത്തെ ടേമും പിന്നെ എത്രാമത്തെ ടേമും കൂട്ടിയാലോ 125 വീണ്ടും കിട്ടുക. 21ാമത്തെ ടേം അല്ലേ, കാരണം ഇത് രണ്ടും കൂട്ടിയാലല്ലേ വീണ്ടും 27 കിട്ടുക. അതിൽ ആറാമത്തെ ടേം ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 പ്ലസ് എക്സ് 20. 40ക്ക് എത്ര കൂട്ടിയാലേ 125 കിട്ടുക എന്ന് ആലോചിച്ച് നോക്കി. 40 അങ്ങോട്ട് തട്ടുക. 21ാമത്തെ ടേം 125 മൈനസ് 40, ദാറ്റ് ഈസ് 85. അപ്പൊ 21ാമത്തെ ടേം കിട്ടി 85. എന്താ ചോദ്യം? വാട്ട് ഈസ് ദ സം ഓഫ് 26 ടേംസിന്റെ സം? ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. 26 ടേംസിന്റെ സം n/2 ഇൻറ്റു x1 പ്ലസ് x26. മിക്സ് ആയിപ്പോയി. SN is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn. 26 ടേംസിന്റെ സമ്മാകുമ്പോ S26 സീക്വൾ 26, എന്നിലോടത്തൊക്കെ 26 കൊടുക്കുക. x1 പ്ലസ് x26. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 1ഉം 26ഉം കൂടി വീണ്ടും 27 അല്ലേ? നേരത്തെ കൂട്ടിയ പേഴ്സണല്ലേ പരിപാടി? ഇതൊക്കെ സമ്മത്രയാണ് 125. അവിടെ സമ്മത്രനേക്കാരം 125 അങ്ങനെ ചോദിച്ചോളൂ. സോ 26ന്റെ പകുതി 13 ഇൻറ്റു ഇത് രണ്ടും കൂട്ടി എത്ര വരിക? 125. എത്ര ചെയ്യാം? 13 ഇൻറ്റു 125 പറയുമ്പോൾ 8 ഇൻറ്റു 125 1000, 4 ഇൻറ്റു 125 500, 1625 ഒക്കെയാണല്ലോ. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻസിലുള്ള ന്യൂമറിക്കൽസിനോട് പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ടാണ് ക്ലാസ്സിന്റെ ഇടയിൽ കൂട്ടുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയിക്കാം. സോ ഇതൊരു ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് അല്ലേ? ഓഡ് നമ്പറിന്റെ സീക്വൻസിന് സത്യം പറഞ്ഞാൽ കണ്ണും പൂട്ടിയൊക്കെ എഴുതാൻ പറ്റും. എക്സിന് സീക്വൽ എന്താണ്? D2ഉം F1 അല്ലേ? DN പ്ലസ് F മൈനസ് D എന്ന് പറയുമ്പോൾ 2N പ്ലസ് 1 മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 2N. 1 2 വർഷം മൈനസ് 1. So 2n minus 1. ഇതാണ് n ടേംസിന്റെ സം. അയ്യോ ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ ഇട്ട ആള് കട്ടായിണ്ടോ? രണ്ടും ഒരേ ക്വസ്റ്റ്യനാ. രണ്ടിലും കാണാനുള്ള സമ്മിന്റെ n ടേംസിന്റെ സമ്മാണ്. എന്താ n ടേംസിന്റെ സം കാണാനുള്ള ഇക്വേഷൻ? ഇപ്പൊ നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഓഡ് നമ്പർ അല്ലേ? എന്താ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ടില്ലേ? n². വേറൊന്നും ഇല്ലല്ലോടാ. ഭയങ്കര സിമ്പിൾ ആണല്ലോ. അതെ, ആറാമത്തെ ടേം 4ാമത്തെ ടേം തമ്മിലുള്ള സമ്മ്. 4ാമത്തെ ടേമുക്ക് 6ാമത്തെ ടേം കൂട്ടിയപ്പോ എത്ര കിട്ടി? 120 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ ടേം ആയിരിക്കും. 5ാമത്തെ ടേം എന്താണ്? ഈ 2 ടേംസിന്റെ മിഡ് ടേം അല്ലേ? അതെങ്ങനെ മനസ്സിലാക്കാറ്? 2 ടേംസിന്റെ കിട്ടണമെങ്കിൽ 4ഉം 6ഉം കൂട്ടുക, 10 അല്ലേ? അതിന്റെ പകുതി അല്ലേ 5? അപ്പൊ മിഡ് ടേം ആണ്. ഇക്വേഷൻ എങ്ങനെ വരിക പറഞ്ഞാണ്? ഇക്വേഷൻ ഇതാണ്. മിഡ് ടേം ഈസ് ഈക്വൽ ടു, മലയാളത്തിൽ പറഞ്ഞ മധ്യപദം, സം ഡിവൈഡഡ് ബൈ നമ്പർ. മലയാളത്തിൽ പറഞ്ഞ മധ്യപദം സം തുക ബൈ എണ്ണം. മധ്യപദമാണ് ഇവിടുത്തെ എത്ര? 5ാമത്തെ ടേം. അതെങ്ങനെ പെട്ടെന്ന് കാണുക? 2 ആൾക്കാരുണ്ടെങ്കിൽ 4ഉം 6ഉം കൂട്ടുക, 10. 10ന്റെ പകുതി 5. 5ാമത്തെ ടേം ഈക്വൽ ടു സം എത്ര? 120. ഇവിടെ ഒരു കൊട്ടക്കണക്കിന് ആൾക്കാരുണ്ടോ? ഇല്ലല്ലോ, ആകെ 2 ആളല്ലേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 60. എപ്പോഴും പേരിന്റെ പകുതിയേക്കാരും ഇട്ടാണ്. 9 ടേംസിന്റെ സം. ഇതിനെക്കാട്ടിലും സിമ്പിൾ ക്വസ്റ്റ്യൻ സ്വപ്നങ്ങളിലും പിന്നെ ഇവിടെ സ്വപ്നങ്ങളിലും മാത്രമേ ഉള്ളൂ, എക്സാമിന് ഉണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. 9 ടേംസിന്റെ സം. ഇവിടെ സം ഈക്വൽ ടു വീണ്ടും നിങ്ങൾക്ക് അറിയാം, മിഡ് ടേം ഇൻറ്റു നമ്പർ ആണോ അല്ലേ? അഥവാ മധ്യപദം ഇൻറ്റു എണ്ണം. നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കണം ഈ ഒരു സംഭവം. തുക സം
മധ്യപദം മിട്ടാം എണ്ണം, ആ ഒരു പരിപാടി ഇല്ലേ പൊത്തി പിടിച്ചാണ്ടല്ലോ. അല്ലെങ്കിൽ ഇത് പഠിച്ചേക്കുക, സം ഈക്വൾ ടു മിഡ് ടേമിന്റെ നമ്പർ ആണ്, അല്ലെങ്കിൽ തുക ഈക്വൾ ടു മധ്യപദം ഇൻറ്റു എണ്ണം. ഇവിടെ മധ്യപദം 9 ടേംസിന്റെ മധ്യപദം എങ്ങനെയാണ്? 9 ആൾക്കാരെ കിട്ടിയ 9ക്ക് 1 കിട്ടുക, 9ക്ക് 1 കിട്ടിയ 10 അല്ലേ അതിന്റെ പകുതി. ഇപ്പൊ 9 ആൾക്കാർ ഒറ്റയ്ക്കാണ് തന്നാൽ അവിടെ ചെയ്യേണ്ടത് അതൊരു 1 കിട്ടും. 9ക്ക് 1 കിട്ടിയ 10, 10ന്റെ പകുതി 5ാമത്തെ ആളാണ് ഇവിടുത്തെ മിഡ് ടേം. ഇൻറ്റു നമ്പർ എന്ന് പറയുമ്പോൾ 9 ആൾക്കാരുടെ സമ്മല്ലേ നമ്മൾ കാണുന്നത് 9. അപ്പൊ S9 ഈക്വൾ ടു X 5 എല്ലാവർക്കും പറയാം 60 ആണ്. 60 ഇൻറ്റു 9, 6 ഇൻറ്റു 9 54 ഇൻറ്റു 54, സോ ഒരു 0, 540. വേറുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? സെക്കൻഡ് ടേം 20 ആണെങ്കിൽ 8th ടേം എത്ര? അത് 100 വരും കേട്ടോ. അതെങ്ങനെ ചെയ്യാം? X2 പ്ലസ് X8 സീക്വൽ ടു എത്ര? എടാ ഇതന്നെയല്ലേ എടാ നേരത്തെ X4 പ്ലസ് X6 പറഞ്ഞപ്പോ 120 ആണെങ്കിൽ X2 പ്ലസ് X8 എത്ര തന്നെയാണ്? 120. കാരണം ഇതിന്റെ പൊസിഷൻ ആൾ കൂട്ടി നോക്കി, 4 6 കൂട്ടിയ 10, 2 8 കൂട്ടിയ വീണ്ടും 10. സോ ഇതിൽ X2 തന്നിക്കണ 20. അപ്പൊ 20 പ്ലസ് X8 തന്നിട്ടില്ല, അത് കാണാനുള്ള കണ്ടുപിടിച്ചാണ്. ഇത് ചെയ്ത് നോക്കുക. X8 സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇസ് 25, 10th ടേം ഇസ് 40. എങ്ങനെ ചെയ്യാം? 6ാമത്തെ ടേം 25, 10ാമത്തെ ടേം 40. ഇത് ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ ചാട്ടം പഠിച്ചിട്ടില്ലേ ഞങ്ങള് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ? 6ാമത്തെ ടേം 25, 10ാമത്തെ ടേം 40. നിങ്ങളോട് ചോദിച്ചിങ്ങനെ 2ാമത്തെ ടേം അല്ലേ? 6ാമത്തെ ടേമിന്ന് 10ാമത്തെ ടേമൊക്കെ എത്താൻ 4D കൂട്ടണ്ടേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. X6 പ്ലസ് 4D അല്ലേ എക്സ്ട്രാ? 4D കൂടി അപ്പൊ ഇവിടെ എത്ര കൂടി? 15 കൂടി. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് ഈ സെക്കൻഡ് ടേം ആണെങ്കിൽ 6ാമത്തെ ടേമിന്ന് എത്ര D കുറയണം? 4D കുറയണ്ടേ? X6 മൈനസ് 4D അല്ലേ X2? അപ്പൊ ഇവിടെ നിന്ന് എത്ര കുറയേണ്ടി വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാണ്. 15 കുറയേണ്ടി വരില്ലേ? 4D കൂടിയപ്പോ 15 കൂടി പറയുമ്പോൾ 4D കുറയുമ്പോൾ 15 കുറയുമ്പോൾ ദാറ്റ് മീൻസ് 10. 2ാമത്തെ ടേം 10 നീട്ടി. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 55? എടാ 40ാമത്തെ ടേമക്ക് വീണ്ടും ഒരു 15 കൂട്ടിയാലല്ലേടാ 55 കിട്ടുക. അപ്പൊ ഇവിടെ എത്ര ഡിയും കൂടെ വീണ്ടും കൂട്ടണം? വീണ്ടും 4D കൂടണ്ടേ? ദാറ്റ് മീൻസ് X14. ഇനി 10ാമത്തെ ടേമിലേക്ക് എത്ര കൂട്ടിയാലാണ് 30ാമത്തെ ടേം കിട്ടുക എന്നാണ് ചോദ്യം. 10ാമത്തെ ടേം എല്ലാവർക്കും അറിയാം 40 ആണ്. എടാ 10ാമത്തെ ടേമിലേക്ക് എത്ര D കൂട്ടുമ്പോഴാണ് 30ാമത്തെ ടേം എത്തുക? 20D ആണോ അല്ലേ? 20D എന്ന് പറഞ്ഞാൽ 4D അല്ല. 4D എത്ര വട്ടം? 5 വട്ടം കൂട്ടണം. കാരണം നമ്മളിപ്പോ 4Dന്റെ ഡിഫറൻസ് അടിച്ച 4D കൂടുമ്പോ 15 കൂടുന്ന നമ്മൾ പഠിച്ചിക്കണേ. ഇവിടെ ഒറ്റടിക്ക് 20D കൂടുക പറയുമ്പോ 4D എത്ര വട്ടം കൂട്ടേണ്ടി വരും? 4D അപ്പൊ 4D കൂടി 8D, വീണ്ടും 8 4D 12, വീണ്ടും 8D 4D 16D, വീണ്ടും 4D 20D. അങ്ങനെ 20ലേക്ക് എത്താൻ 4D എത്ര വട്ടം കൂട്ടണം? 5 വട്ടം കൂട്ടണം. അപ്പൊ ഇവിടെ 40ൽ നിന്ന് 15 കൂട്ടണം. എത്ര തവണ 15 കൂട്ടണം? 5 തവണ 15 കൂട്ടണം. ഇവിടെ 5 തവണ 4D കൂട്ടി. അപ്പൊ ഇവിടെ 15 5 തവണ കൂട്ടണം. ദാറ്റ് ഈസ് 75 കൂട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 115 is the right answer. Okay, so then we are going to the next question. 5 9 13 കോമൺ ഡിഫറൻസ് 4 അൽജിബ്രൈക് ഫോം ചെയ്താൽ മതി. 4n plus 1 കിട്ടും. Find the position of 25 in this sequence. 25 എങ്ങനെ കാണാം? പൊസിഷൻ കാണാന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ആണ്. അഥവാ n is equal to xn minus x1 by d plus 1. അല്ല, ചില ആൾക്കാർ ഇങ്ങനെ എടുത്ത് കാണും, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. സോ ഇവിടെ ലാസ്റ്റ് ടേം ആയിട്ട് 25 എടുക്കുക. 25 മൈനസ് ഫസ്റ്റ് ടേം 5 എടുത്തോ. 5 അല്ലേ? ഇവിടെ 5 ക്വസ്റ്റ്യനിലുണ്ട്. ബൈ കോമൺ ഡിഫറൻസ് 4 പ്ലസ് 1 5. 25 5 20 20 ബൈ 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ടോപ്പ്. സോ ഡി അല്ല, എന്താ എന്നാണ്. സോ എത്രാമത്തെ ടൈമാണ്? 25. 6ാമത്തെ. ഇപ്പൊ ബൂതി ഉണ്ടെങ്കിൽ കൂട്ടി എഴുതിക്കോളി. അവിടെ 13 17 21 25 ഉണ്ടോ? 6ാമത്തെ ടൈമാണ് കേട്ടോ. അതൊന്നും പേടിയില്ല, കാര്യമല്ല കുട്ടിക്കോ. വാട്ട് ഈസ് റിമൈൻഡർ ഗോട്ട് വെൻ ഈച്ച് ടീം ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്? അഥവാ ഏതെങ്കിലും ഒരു ടേം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് ചോദ്യം. അപ്പൊ 5നെ നിങ്ങൾ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. ഉത്തരല്ല ചോദിച്ചത്, റിമൈൻഡർ. ശിഷ്ടം എത്ര വരിക? 5ൽ ഒരു 4 5ൽ ഒരു 4 പോയാൽ ബാക്കി 1 ശിഷ്ടല്ലേ? സോ റിമൈൻഡർ 1.
ഇപ്പൊ വേറെ ഏത് സീക്വൻസ്? ഒമ്പതിൽ എത്ര നാലാ? ഒമ്പതില് 2 4 8 വരെ പോകും. പിന്നെ 8 പോയ ബാക്കി ഒന്ന് ശിഷ്ടാണ്. സോ 81 ഇതിപ്പോ ഒരു ടേം ആണോ അങ്ങനെ നോക്കുക. അതേപോലെ തന്നെ 81 വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്ര ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ കിട്ടണം നോക്കി. 81 4 കൊണ്ട് ഹരിച്ചു നോക്കി. അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കാം. 8 ഒരു 4 ഇവിടെ നടന്നു 2 4 8 2 4 2 4 8 തന്നെയാണ്. സോ 2 നെറ്റ്. അടുത്ത 1 നോക്കാം. നമ്മുടെ ശിഷ്ടമൊന്നുമില്ല, ബാക്കി പൂജ്യമാണ്. 8 2 4 8 കറക്റ്റ് ആയിട്ട് പോയി. ബാക്കിയുള്ള 1 4 ഉണ്ടോ? അപ്പൊ 4 ഇല്ലാന്നുണ്ടെങ്കിൽ ആ 1 എന്താണ്? ശിഷ്ടമാണ്. സോ ദാറ്റ് മീൻസ് 81 4 കൊണ്ട് അടിച്ചാൽ ശിഷ്ടം ഒന്ന് തന്നെയാണ്. ഇവിടെയൊക്കെ എല്ലാം ശിഷ്ടം ഒന്ന് തന്നെ ആയതുകൊണ്ട് സോ ഇതൊരു ടേം ആണ്. വൈബ് ചെക്കിംഗ് ഒക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 1 മുതൽ 20 വരെയുള്ള ടേംസ് നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് n × n+1/2. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 20 അല്ലേ ഉള്ളത്. 20 × 21/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 210. ചെയ്ത് നോക്കിയാൽ മതി. 20ഉം 2ഉം വെട്ടിപ്പോവും. ഇനി 4 8 12 ഇതെങ്ങനെ ചെയ്യാം? ഈ സീക്വൻസ് 4 പുറത്തേക്ക് എടുത്ത് നോക്കി. ബാക്കി എന്തല്ലേ? 4 എത്ര 4 ഉണ്ട്? 1. 8 എത്ര 4 ഉണ്ട്? 2 4 ആണ് 8. 12 3 4 എല്ലായിടത്തും 4 ഞാൻ പുറത്തേക്ക് എടുത്തു. 80 എത്ര 4 ഉണ്ട്? 24. എല്ലായിടത്തും കോമൺ ആയിട്ട് 4 പുറത്തേക്ക് എടുത്തു. അത് ഇത്രേ ഉള്ളൂ. എന്താ 4 4 4 4 2 8 4 3 12 അങ്ങനെ വരും. അഥവാ 4 ഇൻറ്റു 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിന്റെ സം ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചാണ്ട് വെച്ചിട്ടല്ലേ ഉള്ളൂ 210. 4 × 210 എത്ര വരും? 840. അപ്പൊ ഈ സീക്വൻസിന്റെ സം എത്ര വരും? 840. അപ്പൊ ഇവിടെ എത്ര ഈ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 4 ഇവിടുത്തെ ഫസ്റ്റ് ഡാമൊക്കെ എത്താൻ ഇവിടുന്ന് 1 കൂട്ടിക്കണേ. അഥവാ ഈ 2 സീക്വൻസിന്റെ ഫസ്റ്റ് ഡാമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1. 8 നോമ്പിക്കത്താൻ വീണ്ടും 1 കൂട്ടിയില്ലേ? 12. 4 5 കത്താൻ 1 കൂട്ടി. 8 നോമ്പിക്കത്താൻ 1 കൂട്ടി. 12 13 കത്താൻ 1 കൂട്ടി. 80 81 കത്താൻ 1 കൂട്ടി. എത്ര വട്ടം 1 കൂട്ടിയേക്കും? ഇവിടെ ഒരു 1 കൂട്ടി, ഇവിടെ ഒരു 1 കൂട്ടി, ഇവിടെ ഒരു 1 കൂട്ടി. ടോട്ടൽ 20 ടേംസ് അല്ലേ ഉള്ളത്. ഇതിലൊക്കെ മൊത്തം എല്ലാത്തിലും 20 ടേംസ് ഉണ്ടാകും കേട്ടോ. സോ 20 വട്ടം 1 കൂട്ടിയില്ലേ? എത്ര 1 കൂട്ടി? 20 വട്ടം 1 കൂട്ടി. അപ്പൊ എത്ര കൂടി? 20 വട്ടം 1 പറഞ്ഞാൽ 20 കൂടി. 840 20 കൂടിയ സം എത്ര വരും? 860. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാ എന്നല്ലേ? അല്ലല്ലല്ലല്ല, ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. 5 9 13. ഇവിടുത്തെ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. അൽജിബ്രൈക് ഫോം xn is equal to 4n+1 ആണ്. ഇരുപതാമത്തെ ടൈം എങ്ങനെ കാണുക? 20ാമത്തെ ടൈം 4 ഇൻറ്റു n എത്ര? 20 അല്ലേ? +1. 4 × 20 +1. 4 × 20 80. 80 +1 81 ആണോ അല്ലേ? ഇനി അതേപോലെ തന്നെ 20 ടേംസിന്റെ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്? 20 ടേംസിന്റെ സം കാണാൻ SN is equal to ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു x1 + xn ആണ്. ഇതിൽ 20 ടേംസിന്റെ സം ആകുമ്പോൾ 20/2 ഇൻറ്റു x1 + x20 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20/2 10 ഇൻറ്റു x1 എത്രയാണ്? ഫസ്റ്റ് ടൈം ഇവിടെ 5 അല്ലേ? സീക്വൻസ് നോക്കിക്കോളി. ഫസ്റ്റ് 5 പ്ലസ് x20 20ാമത്തെ ടൈം ഇപ്പൊ കണ്ടുപിടിച്ചാൽ മണ്ടുള്ളൂ 81 കണ്ടുപിടിച്ചിക്കണേ നോക്കി നോക്കിക്കോട്ടോ. 10 ഇൻറ്റു 5 + 81 86. ദാറ്റ് ഈസ് ഈക്വൽ ടു 860. 20 ടൈംസിന്റെ സം. ഇനി എന്താ ചോദ്യം? What is the difference between the sum of the first 20 terms of the arithmetic sequence 5 9 13 and the sum of the first 20 terms of the arithmetic sequence with algebraic form 4n+3? സിമ്പിൾ ആണ്, നോക്കിക്കോ. അഥവാ ഈ arithmetic sequence ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നോക്കിക്കോ. 5 9 13 അങ്ങനെ പോയി 81 വരെ. ഇതാണ് 20 ടേംസ്. ആദ്യത്തെ 20 ടേംസ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ 81 വരെയാണ്. 20ാമത്തെ ടേമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിന്റെ സമ്മാണ് 860. ഇനി അടുത്ത 4n+3 എന്ന സീക്വൻസ് ചെയ്താൻ അറിയില്ലേ? D എന്ന് പറഞ്ഞാൽ 4, F എന്ന് പറഞ്ഞാൽ 4 + 3 7 വരും. ദാറ്റ് ഈസ് 7 11 15 അങ്ങനെ പോയിട്ട് 20ാമത്തെ ടൈം എങ്ങനെ കാണുക? 20ാമത്തെ ടൈം എല്ലാവർക്കും എന്നിലോട്ട് 20 ഇട്ട് കൊടുത്താൽ 4 20 80 80ക്ക് 3 കൂട്ടിയ 83 ആണ് കേട്ടോ. മറക്കണ്ടേ? 83. 20ാമത്തെ ടൈം കാണാൻ പാടില്ല എന്ന് പ്രതീക്ഷിക്കണം. ഇവിടെ എത്ര വരിക? 5 7 കത്താൻ 2 കൂട്ടി. 9 11 കത്താൻ 2 കൂട്ടി. 13 15 കത്താൻ 2 കൂട്ടി. 81 83 കത്താൻ 2 കൂട്ടി. ഇവിടെ എത്ര ആയിട്ട് 2 കൂട്ടിയേക്കും? 20 ടൈംസ് അല്ലേ ഇവിടെ സം ആയിട്ട് പറഞ്ഞേക്കണം. അത് 20 ടൈംസിന്റെ സം എന്നല്ലേ പറഞ്ഞേ? 20 ടൈംസിന്റെ സം എന്നല്ലേ പറഞ്ഞേ? സോ ദാറ്റ് മീൻസ് നിങ്ങൾ എത്ര കൂട്ടിയേക്കും എന്ന് ആലോചിച്ച് നോക്കി. എത്ര കൂട്ടിയേക്കും? ഇവിടെയും 2 കൂട്ടിയേക്കും. എത്ര വട്ടം 2 കൂട്ടിയേക്കും? സം നോക്കുമ്പോൾ 20 വട്ടം. ബിക്കോസ്
ഓരോ ടേം 2 വെച്ച് കൂടി. അപ്പൊ സമ്മിൽ ടോട്ടൽ 20 ടേംസിലും 2 കൂടി 2 കൂടി 2 കൂടി 20 വട്ടം 2 കൂടി 20 വട്ടം 2 കൂടി എന്ന് പറഞ്ഞാൽ 40 കൂടി 860 40 കൂട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 900 എന്ന് കിട്ടും. സോ സിമ്പിൾ ആണ് കേട്ടോ. സോ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി 3, 8, 11 ഈ സീക്വൻസിലുള്ള ഏതൊരു ടേമിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, 5 കാരണം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ്, അല്ലാതെ വെറുതെ കണ്ട അണ്ടനെ അടക്കൊണ്ടനെയും പിടിച്ച് ഡിവൈഡ് ചെയ്യാൻ പറയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുത്തോളൂ. 13 എടുത്തോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ റിമൈൻഡർ? ശിഷ്ടം ബാക്കി വരുന്നത് 13 2 5 10 വരെ പോയി. ബാക്കിയുള്ള 3 റിമൈൻഡർ. ഓക്കെ, 503 ടേം ആണോ? 503 നമുക്ക് എന്താ കിട്ടാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 കൊണ്ട് നിങ്ങൾ ഹരിച്ചു നോക്കുക. 503 ഹരിക്കണം 5 ചെയ്ത റിമൈൻഡർ വീണ്ടും എത്ര കിട്ടും? 3 കിട്ടും. എങ്ങനെ ഹരിക്കാന്നറിയില്ലേ? 5 5 ഉണ്ടോ? 1 5. 1 5 5 തന്നെയാണ്. ശിഷ്ടമൊന്നുമില്ല, 0. പിന്നെ 0 5 ഉണ്ടോ? ഇല്ല. അപ്പൊ ഉത്തരത്തില് 0. ഇനി 3 5 ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ശിഷ്ടം. ഇവിടെയും 0. അപ്പൊ 100 5 500 വരെ അത് പോകും. ബാക്കി 503 എക്സ്ട്രാ 3 റിമൈൻഡർ ആണ്. എന്താ സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം വരിക? xn is equal to dn plus f minus d വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. xn is equal to 5n plus 3 minus 5 that is equal to 5n minus 2. ആൾജിബ്രായിക് ഫോം എന്ന് കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിച്ച ഈ 5 2 കുറച്ചാൽ മതി. 5 2 കുറച്ചാൽ 3. ഇപ്പൊ വെറും പ്ലസ് ഒക്കെ ആണെങ്കിൽ ഇതന്നെ കാര്യം ഉത്തരം. 5 2 7 7 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 2 തന്നെയല്ലേ. അപ്പൊ ഇതേ കാര്യം ഉത്തരം. പറഞ്ഞേ ഉള്ളൂ, വേണമെങ്കിൽ എടുക്കാം. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ക്വസ്റ്റ്യൻ തന്നിക്കണം. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം 2n² plus 4n. ഫസ്റ്റ് ടൈം എങ്ങനെ കാണാം? സമ്മിന്റെ ഇന്ന് തന്നെ കിട്ടൂല. ഇവിടുന്ന് d/2 എങ്ങനെ കാണാം? ഡി എങ്ങനെ കാണാം? സമ്മിന്റെ ആൾജിബ്രായിക് ഫോം d/2 അല്ല d. ഇവിടെ അറിയാം SN is equal to d/2 n² plus f minus d/2 എന്ന ഇക്വേഷൻ അറിയാന്ന് പ്രതീക്ഷിക്കണം. ഇതാണ് അവിടുത്തെ ഡിന്റെ പകുതി. അപ്പൊ d എത്ര കാരണം അതിന്റെ ഇരട്ടി വരും, 4 വരും. ഇനി എഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തത്? എന്നാളൊക്കെ ഒന്ന് പൊട്ടി പിടിച്ചാൽ മതി. ബാക്കി എന്തുള്ളത്? 2 plus 4. സോ അതെങ്ങനെ എപ്പോഴും എഫ് അങ്ങനെ തന്നെയാണ്. 2 plus 4 that is equal to 6. ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ എന്നിലെടുത്ത് 1 എടുത്താൽ മതി. കാരണം ഒരു ടൈമിന്റെ സം പറഞ്ഞാൽ ഒന്നാമത്തെ ടൈം തന്നെയാണ്. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസും കിട്ടി 4, ഫസ്റ്റ് ടൈമും കിട്ടി 6. ഹൗ മെനി ടേംസ് സ്റ്റാർട്ടഡ് ഫ്രം ആഡ്? അഥവാ എത്ര ടേംസ് കൂട്ടിയാൽ 240 കിട്ടും? അഥവാ എത്ര ടേംസിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താ? 2n² plus 4n. എത്ര ടേംസിന്റെ സമ്മാണ് 240? അഥവാ എത്ര ടേംസിന്റെ സമ്മ് ചെയ്താൽ ഉത്തരം എപ്പോഴാണ് 240 കിട്ടുക? എന്നായിട്ട് എത്ര കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു സാധനം മാത്രം നോക്കുക. ഇവിടെ ഇതൊക്കെ ഈവൻ നമ്പേഴ്സ് അല്ലേ, ഇരട്ട സംഖ്യകളല്ലേ. ഇത് 2 4 200. അപ്പൊ ഒന്ന് പകുതിയാക്കി നോക്കി. എന്ത് വരും? n² plus 4ന്റെ പോതി 2n ഈക്വൽ ടു 120 ആണോ? അല്ലേ എടാ, ഇത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റൂലേ? അഥവാ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയില്ലേ. എക്സിലോടുത്ത് n വന്നു എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. സോ n² plus 2n plus ഡാഷ് ഈക്വൽ ടു 120 പ്ലസ് ഡാഷ്. ആരാണ് ഡാഷ് മോറൻ? 2ന്റെ പകുതി 1, അതിന്റെ സ്ക്വയർ. ഇവിടെ 1ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ എത്രയുടെ? 1 തന്നെയല്ലേ. സോ 120 തൊട്ട് 121. ഇവിടെ എത്ര വരിക? ഇതെല്ലാവർക്കും അറിയാന്ന് പ്രതീക്ഷിക്കണം. മണ്ടക്ക് സ്ക്വയറിലെ 2 ആൾക്കാർ എടുക്കാം, മണ്ടക്ക് സ്ക്വയർ ഇല്ലാത്തതിന്റെ ചിഹ്നം കൊടുക്കുക. മണ്ടക്ക് സ്ക്വയറിലെ 2 ആൾക്കാർ എടുക്കാം, മണ്ടക്ക് സ്ക്വയർ ഇല്ലാത്തതിന്റെ ചിഹ്നം കൊടുക്കുക. ഹോൾ സ്ക്വയർ. സ്ക്വയർ അങ്ങോട്ട് തട്ടി എന്ത് വരും? n plus 1 is equal to √121. 11 സ്ക്വയർ. 11ന്റെയും -11 പ്ലസ് ഓർ മൈനസ് 11 എന്നൊക്കെ എഴുതണം. പക്ഷെ ഇവിടെ ആവശ്യമില്ല. ബിക്കോസ് ഇത് നമ്പർ ഓഫ് ടേംസ് അല്ലേ. നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും നെഗറ്റീവ് എഴുതൂല. സോ 11 n plus 1. n എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്ലസ് 1 അങ്ങോട്ട് 11 -1 ദാറ്റ് ഈസ് 10. ആദ്യത്തെ 10 ടേംസിന്റെ സമ്മാണ് 240. പൂതിണ്ടെങ്കിൽ എന്താ കൊടുക്കാറ്? ഈ സമ്മിന്റെ ഇക്വേഷൻ അല്ലേ. ഇതിൽ എന്നിലോടത്ത് 10 എന്നിട്ട് 2×10ന്റെ സ്ക്വയർ 100. അപ്പൊ 2×10 2×100 200 പ്ലസ് 4×10 40. അഥവാ 240 സമ്മായിട്ട് കിട്ടും. സോ പറഞ്ഞേ ഉള്ളൂ. ഇതിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താ? ഇത് ഓഡ് നമ്പേഴ്സ് അല്ലേ, ഒറ്റ സംഖ്യകളല്ലേ 1 മുതലുള്ള. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസിന്റെ സം അറിയാന്ന് പ്രതീക്ഷിക്കണം. n² അല്ലെങ്കിൽ d/2 n² plus f minus d/2 വെച്ച് കാണാം. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം കാണാം. ഇനി ഇതിന്റെ സം എങ്ങനെയാണെന്ന ചോദ്യം. 1/n പ്ലസ് 3/n പ്ലസ് 5/n പ്ലസ് അങ്ങനെ പോണം. ദാറ്റ് ഇസ് ഈക്വൽ ടു അടിയിലോട്ട് n ഉണ്ടായതുകൊണ്ട് സമ്മിലും അടിയിൽ n ഉണ്ടാവും. ഇത് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് അല്ലേ. ഇതിന്റെ സം കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ലേ, n². അപ്പൊ n² എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തുമണികളെ? n × n അല്ലേ ബൈ n. ഒരു n വെട്ടിപ്പോയാൽ ബാക്കി ഉത്തരം എന്താണ്? n തന്നെയാണ് ഉത്തരം. അഥവാ ഇങ്ങനെ ഒരു സീക്വൻസ് നിങ്ങൾക്ക് തന്നാൽ, ഈ ഒരു സീക്വൻസ് നിങ്ങൾക്ക് തന്നാൽ, ഇതിലിപ്പോ എന്നിലോട്ട് ഏത് നമ്പറും കൊടുക്കാം. 1000 വരാം, 2000 വരാം, എന്തോ ആയിക്കോട്ടെ. അത്രയും ടേംസിന്റെ സം, n ടേംസിന്റെ സം കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല, അവിടെ തന്ന നമ്പർ തന്നെയാണ് അവിടുത്തെ ഉത്തരം.
സോ അടുത്ത ചോദ്യം എന്താ അറിയോ? 1/2025, 2/2025, 3/2025 ഇങ്ങനെ പോയിട്ട് ഈ 2025 ടേംസിന്റെ സമയം ഞാൻ പറഞ്ഞു. ഈ സീക്വൻസിൽ ഇതാ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ച തന്നെയാണ് എൻ ടേംസിന്റെ സമ്മ അടിയിൽ എന്നും വന്നു. അത്രയും ടേംസിന്റെ സമ്മാണെന്നുണ്ടെങ്കിൽ ഉത്തരം എൻ തന്നെയാണ് വരിക. ഇവിടെ അതേപോലെ തന്നെ എന്നിന്റെ 2025 വന്നു പറഞ്ഞാൽ ഉത്തരം എത്ര തന്നെയാണ് വരിക? 2025. കണ്ടോ, ഇവിടെ സമ്മ എന്നാണ്. എൻ എന്താ? എൻ ടേംസിന്റെ സമ്മാണ് എൻ. അഥവാ ഇവിടെ എന്നിൽ കൊടുത്ത് 2025 വന്നു, ഉത്തരം 2025 ആണ് കേട്ടോ. സോ ദെൻ കോമൺ ഡിഫറൻസ് 4. ആറാമത്തെ ടേമും 11ാമത്തെ ടേമും തമ്മിലെ ഡിഫറൻസ് അഥവാ 11ാമത്തെ ടേമെന്ന് 6ാമത്തെ ടേം കുറച്ചാൽ എത്രയെന്ന് അറിയില്ലേ? 5D അല്ലേ? 5 × D എത്ര? 4, ദാറ്റ് ഈസ് 20. ഇനി ഏതെങ്കിലും ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 110 ആവോ? ഡിഫറൻസ് ആയിട്ട് 110 വരുമോ നോക്കണമെങ്കിൽ ആ 110 കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ നോക്കിയാൽ മതി. അഥവാ 110 4ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഇല്ല. റിമൈൻഡർ വരുന്നുണ്ട് 2. അത് 4ന്റെ ഗുണന പട്ടികയിൽ ഇല്ല. അപ്പോ എന്ത് മാത്രം നോക്കിയാൽ മതി? ഡിഫറൻസ് 2 ടൈപ്പിൽ കഴിയും. ടേം ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു സീക്വൻസ് ടേംസിനൊക്കെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ റിമൈൻഡർ ശിഷ്ടം സെയിം ആണോ എന്ന് മാത്രം നോക്കിയാൽ വൈബ് ചെക്ക് ചെയ്യാം. ഡിഫറൻസ് ആയിട്ട് വരുമോ എന്ന് ആലോചിച്ചാൽ ഒറ്റയടിക്ക് ആലോചിച്ചാൽ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമോ അത് മാത്രം ആലോചിച്ചു. സോ അതേപോലെ തന്നെ ഇത് 16ാമത്തെ ടേം 47, 31 ടേംസിന്റെ സമ്മ്. എടാ 31 ടേംസിന്റെ സമ്മ് തന്നെ 31 ടേംസിന്റെ മിഡ് ടേം അല്ലേടാ അത്. സമ്മ് ഈസ് ഈക്വൽ ടു മിഡ് ടേമിന്റെ നമ്പർ അല്ല ഇക്വേഷൻ. കാരണം എന്താ? 31 32, അതിന്റെ പകുതി 16ാമത്തെ ടേമാണ് ഇവിടുത്തെ മിഡ് ടേം ഇൻറ്റു നമ്പർ 31. 16ാമത്തെ ടേം 47, 47 × 31 എത്ര വരിക? 7. സോ ദെൻ 1457 വരും കേട്ടോ. 15ാമത്തെയും 16ാമത്തെയും ടേമിന്റെ സമ്മ് ഇതാ. 15ാമത്തെയും 16ാമത്തെയും ടേമിന്റെ സമ്മ് 122 വന്നു. 30 ടേംസിന്റെ സമ്മല്ല വെച്ചിരിക്കണം. എന്താ? എസ് എൻ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? n/2 × x1 + xn. സോ സമ്മ് 30 ടേംസിന്റെ സമ്മ ആകുമ്പോൾ 30/2 × x1 + x 30. എടാ 30/2 15 ഇൻറ്റു ഇവിടെയുള്ള 15 16 കൂട്ടി എത്ര വരിക? 31 അല്ലേ പൊസിഷൻ. ഇവിടുത്തെ 1 30 കൂട്ടിയാലും 31 തന്നെ അല്ലേ? അപ്പൊ ഇവിടത്തെ ആ ഒരു പേരിന്റെ സമ്മ 122 ആണ്. ഇവിടുത്തെ പേരിന്റെ സമ്മ എത്രയാണ്? 122. ദാറ്റ് ഈസ് ഈക്വൽ ടു പേർ അറിയാന്ന് പ്രതീക്ഷിക്കുന്നു. 15 × 122 എത്ര പേര് വെച്ച് കഴിഞ്ഞാൽ 122 22 61 122 61 183. So the answer is 1730. അയ്യോ. സോ 16ാമത്തെ ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 7 ആണെന്ന് അറിയാം. 16ാമത്തെ ടേം കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ടേമിലേക്ക് എത്ര D കൂട്ടണം? x1ലേക്ക് എത്ര D കൂട്ടണം? പറഞ്ഞോളി. 15 D കൂട്ടണ്ടേ? ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആൽജിബ്രായിക് ഫോം കാണുക, എന്തെങ്കിലുമൊക്കെ കട്ടിയിട്ട് ജസ്റ്റ് കാണുക. ഫസ്റ്റ് ടേം 5, അതിലേക്ക് എത്ര ഡിയും കൂടി കൂട്ടണം? 16ാമത്തെ ടേം ഒക്കെ എത്തണമെങ്കിൽ 15 ഡിയും കൂടി കൂട്ടണം. 15 × D എത്ര? 7. 15 × 7 105. 105ലേക്ക് ഫസ്റ്റ് ടൈം 105 കൂടി കൂട്ടി 110 ആണ് ആൻസർ. ഇനി ഇത് കിട്ടില്ല ക്വസ്റ്റ്യൻ. എടാ സെക്കൻഡ് ടേമെന്ന് കോമൺ ഡിഫറൻസ്, സെക്കൻഡ് ടേമെന്ന് ഫസ്റ്റ് ടേം കുറച്ച കോമൺ ഡിഫറൻസ് അല്ല ഇട്ട, അഥവാ ഈ ടേമെന്ന് ഈ ടേം കുറച്ച കോമൺ ഡിഫറൻസ് അല്ല ഇട്ട. അതങ്ങനെ തന്നെയല്ലേ? നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 7 11 ആണെങ്കിൽ ഈ ടേമെന്ന് ഈ ടൈം കുറച്ചാലും കോമൺ ഡിഫറൻസ് ആയിട്ട്, ഈ ടേമെന്ന് ഈ ടൈം കുറച്ചാലും കോമൺ ഡിഫറൻസ് ആയിട്ട്. അത് അറിയാമെന്ന് പ്രതീക്ഷിക്കണം. സെക്കൻഡ് ടേമെന്ന് ഫസ്റ്റ് ടേം ഓർക്കാൻ പോകണം. സെക്കൻഡ് ടേം എന്താ? 2x + 1 മൈനസ് ഫസ്റ്റ് ടേമോ 2x -1. സോ 2x + 1 ഈ മൈനസ് ഇങ്ങോട്ട് വന്ന മൈനസ് ഇൻറ്റു 2x -2x മൈനസ് ഇൻറ്റു -1 -1 +1 ആണോ? അല്ലേ? സോ ഈ 2x -2x വെട്ടിപ്പോവും. ബാക്കി എന്താ വരിക? ഈ 2x ഈ -2x വെട്ടിപ്പോവും. ബാക്കി 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 1 1 കൂട്ടിയ 2 ആണ് കോമൺ ഡിഫറൻസ്. ഇനി കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വേറെ എന്താ ഐഡിയ? അപ്പോ ഞാൻ പറഞ്ഞല്ലേ 3 7 11 ആണെങ്കിൽ സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം കുറച്ച കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി തേർഡ് ടൈം സെക്കൻഡ് ടൈം കുറച്ചാലും കോമൺ ഡിഫറൻസ് കിട്ടും. അതേപോലെ ഞാൻ എന്താ പറയുക, മൂന്നാമത്തെ ടൈം സെക്കൻഡ് ടൈം വർക്കാണ്, അപ്പോഴും കോമൺ ഡിഫറൻസ് തന്നെയല്ലേ കിട്ടുക. ഈ ടൈം ഈ ടൈം കുറച്ചാലും കോമൺ ഡിഫറൻസ് തന്നെ കിട്ടുക. സോ ഞാൻ കുറക്കുകയാണ്. കോമൺ ഡിഫറൻസ് എല്ലാവർക്കും അറിയാം, 2 ആണ്. x3 5x -9 കുറക്കണം. 2x + 1 5x -9 മുന്നിൽ മൈനസ് ഒന്നില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ബ്രാക്കറ്റ് ഒട്ടിക്കാം. ഇവിടെ -2x -2x മൈനസ് ഇൻറ്റു +1 -1 +1 -1 ആണോ? അല്ലേ? സോ എന്ത് വരും?
5x മൈനസ് 2x. 5x 2x പോയാൽ ബാക്കി 3x. -9 -1. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു 9 റുപ്യ ചാടിപ്പോയി, ഒരു ഉറുപ്പിയും പാടെ ചാടിപ്പോയി. ടോട്ടൽ എത്ര റുപ്യ ചാടിപ്പോയി? 10 റുപ്യ ചാടിപ്പോയി. ഇതാണ് 2. ഇത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ 3x - 10 = 2. -10 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3x = 2 + 10 that is equal to 12. 3x = 12 ആണെങ്കിൽ x = 12/3 that is equal to 4. സിമ്പിൾ അല്ലേ? ഇരുപതാമത്തെ ടേമും 15ാമത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ്. 20ാമത്തെ ടേമെന്ന് 15ാമത്തെ ടേം കുറച്ചാൽ എല്ലാ മക്കൾക്കും അറിയാം 5d ആണ്. 5 × d എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ 5 ആണെന്ന് പറഞ്ഞു. 5 × 5 25. അതിന്റെ ഓപ്ഷൻസ് ഒന്നും കാണാമല്ലോ കേട്ടോ. സി ഓപ്ഷനൊക്കെ കണ്ടുപോട്ടെ 25 എന്നൊക്കെ. ഇതാണ് ശരി. ഓക്കെ സോ ഇത്രയാണ് ക്വസ്റ്റ്യൻ. കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും പഠിക്കുക, അടിപൊളിയാക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെ എല്ലാവരും റെസ്പോൺസ് അനുസരിച്ച് മാത്രമേ അടുത്ത ചാപ്റ്റേഴ്സ് ഞാൻ നാളെ ഷൂട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ കാണുന്നതിനനുസരിച്ച് അടിപൊളിയാക്കുക. സോ താങ്ക് യു.